ബസ്സിൽ വെച്ച് ബലത്തിൽ ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്തി അടിക്കുന്നു ആ ബാബ. നാവിൽ വെച്ച് ശംഖൂതി കരയിൽ വെച്ച് ജയ് വിളിച്ചു കിട്ടണം. കൂട്ടുകാരെ, നമ്മൾ തുടങ്ങുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടൽ എല്ലാവരോടും പറയണം. നിങ്ങൾ പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. ഒന്ന് ലൈക്ക് അടിക്കാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒരു ദിവസം 2-3 വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് UN-ന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അഥവാ UN-ന്റെ കാലാവസ്ഥ ഉച്ചകോടി. നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? അപ്പൊ പിള്ളേരെ, 2026 എവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടി? കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? ഇനി വരാൻ പോകുന്ന വർഷം എവിടെയാണ്? ഇത് മൂന്നും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. സെറ്റാണോ? അപ്പൊ നമുക്ക് 2027 അടുത്ത 32ാമത് അടുത്ത വർഷം നടക്കുന്നത്. അപ്പൊ ഈ വർഷം 2026 ആണല്ലോ ഈ ക്ലാസ് എടുക്കുന്ന വർഷം. 2026 എവിടെയാണ്? ഇനി 2025 കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് മക്കളെ നിങ്ങൾക്കൊരു കോഡ് പോലെ ആലോചിച്ച് വെക്കുക. 3 വർഷം നമ്മൾ ഇപ്പോഴുള്ള പ്രസന്റ് ഇയർ, അതിന് പിറകിൽ ഇനി വരാൻ പോകുന്നത് ആലോചിച്ച് വെക്കുക. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, അവർക്കിടയിലെ കാലാവസ്ഥ ഇച്ചിരി മോശമാണ്, അലമ്പാണ് രണ്ടുപേരും. ആലോചിക്കുക, ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ ബസ്സിൽ വെച്ചിട്ട് ബലമായിട്ട് ഒരു ആന്റിയോട് ഒരാൾ തർക്കിക്കുകയാണ്. നോക്കൂ, ആന്റിയോട് തർക്കിക്കുന്ന ആളാരാണ്? കാലാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ ബസ്സിൽ വെച്ച് ബലമായിട്ട് ആന്റിയോട് തർക്കിച്ചുകൊണ്ട് ആ മനുഷ്യൻ എത്താത്ത ദൂരത്തിലാണെങ്കിലും അയാൾ എത്തിക്കൊണ്ട് അടിക്കുകയാണ് ആന്റിയെ. അടിച്ച ആരാന്നറിയോ? ഒരു ബാബയാണ്, ഒരു സന്യാസി പോലെ ഒരാള്. നോക്കൂ, ബസ്സിൽ വെച്ച് ബലമായിട്ട് ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്തിക്കൊണ്ട് അടിക്കുന്നു ആ ബാബ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എല്ലാവരും. ബസ്സിൽ വെച്ചിട്ട് ബലമായിട്ട് ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്താത്ത ദൂരത്തിലായിട്ടും ആ ബാബ അടിക്കുകയാണ്. അടിക്കുന്നു ആ ബാബ, എത്തി അടിക്കുന്നു. ആലോചിക്കട്ടോ, ഒന്ന് ആലോചിച്ച് വെച്ചേ. സെറ്റല്ലേ? ബസ്സിൽ വെച്ച് ബലത്തിൽ ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്തി അടിക്കുന്നു ആ ബാബ. ഇവിടെ നമുക്ക് ബസ് ബലം, ബലേം എന്ന് പറയുന്ന സ്ഥലം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2025 COP കോപ്പ് എന്ന് നമ്മൾ വിളിക്കാം. ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിനെ നമ്മൾ UN-ന്റെ കാലാവസ്ഥ ഉച്ചകോടി നമ്മൾ കോപ്പ് 30 എവിടെ? ഏത് വർഷം? 2025 30. ഓക്കെ, അപ്പൊ ഈ വർഷം 31. അപ്പൊ ബലം ബസ് കഴിഞ്ഞ വർഷം. ആന്റിയെ തർക്കിച്ചു അൻജാലിയ, തുർക്കിയിലെ സ്ഥലമാണ് അൻജാലിയ. ബലേം ബ്രസീൽ ആണെങ്കിൽ തുർക്കിയിലെ സ്ഥലമാണ് അൻജാലിയ. അതാണ് ഈ വർഷം. ബലത്തിൽ ബസ്സിൽ വെച്ച് ആന്റിയോട് തർക്കിച്ചു. 2026 അൻജാലിയ, തുർക്കി അല്ലെ. ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്നത് എവിടെയാണ്? അടിച്ചു ആ ബാബ. എത്തിക്കൊണ്ടാണ് അടിക്കുന്നത്. ഇങ്ങനെ എത്താത്ത എത്തി എന്നൊക്കെ പറയാം നമ്മള്. എത്തി അടിച്ചു. അപ്പൊ നോക്കൂ, ആഡിസ് അബാബ അതെവിടെയാണ്? അത് എത്യോപ്യയിലാണ്. ബ്രസീല്, തുർക്കി, എത്യോപ്യ. 2025, 26, 27. ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ നടക്കുന്നത് COP 31 31. അടുത്ത വർഷം COP 32 2027. ഇത് മൂന്നും പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ, നമുക്കറിയാം രാജ്ഭവൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി അറിയപ്പെടാൻ പോകുന്നത് ലോക് ഭവൻ എന്നാണ്. ലോക് ഭവൻ എന്നാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി അറിയപ്പെടാൻ പോകുന്നത് മക്കളെ സേവാ തീർത്ത് അല്ലെ. സേവകരാണ്, രാഷ്ട്രത്തിന്റെ സേവകർ എന്ന രൂപത്തിലൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ പ്രവർത്തകരെ പറയാറ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസിനെ അറിയപ്പെടുന്നത് സേവാ തീർത്ത്. ആ പേര് തന്നെയുണ്ട്, സേവാ തീർത്ത് അല്ലെ, സേവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ സ്വയം സേവകർ RSSനെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ പിടിക്കാം കേട്ടോ. അപ്പം സേവാ തീർത്ത്, ലോക് ഭവൻ, 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പേര് മാറി. ആദി ശങ്കര ട്രസ്റ്റിന്റെ 2025 ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ശങ്കര എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗാന മേഖലയുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ അല്ലെ, നമ്മള് സിനിമ ഓരോ പാട്ടുകൾ എടുത്തു നോക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകൾ നമുക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ആലോചിക്കുക, ആദിശങ്കര ട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരു അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പി സാറിനാണ് 2025. 2025 നവംബർ 29 അന്തരിച്ച
MLA എന്ന് വെച്ചാൽ നമ്മുടെ കേരള നിയമസഭയിൽ ഒരു MLA കഴിഞ്ഞ വർഷം അന്തരിച്ചിരുന്നു. മേഡത്തിന്റെ പേര് കാനത്തിൽ ജമീല എന്നായിരുന്നു. അവർ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു. പഠിച്ചു വെക്കട്ടോ, എന്റെ അയൽപക്കമാണ്. അപ്പൊ 2025 നവംബർ 29 ഡേറ്റ് ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. MLA കാനത്തിൽ ജമീല ഏത് മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു? കൊയിലാണ്ടി. 2025 ഡിസംബർ മാസം 1-ാം തീയതി നമുക്കറിയാം ലോകത്ത് എയ്ഡ്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്, അല്ലെ? എയ്ഡ്സിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ദിനമാണ് ഡിസംബർ 1. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തീമുകൾ, പ്രമേയങ്ങൾ എപ്പോഴും PSC പരീക്ഷ ചോദിക്കും, നിങ്ങൾ തെറ്റിക്കാറുണ്ട്. അപ്പൊ പിള്ളേരെ കൃത്യമായിട്ട് പഠിക്കുക. 2025 ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. മലയാളത്തിൽ ഇച്ചിരി പ്രയാസമായിരിക്കും, ഇംഗ്ലീഷ് വളരെ എളുപ്പമായിട്ട് തോന്നും. നന്നായിട്ട് പഠിക്കുക. തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. ആ രൂപാന്തരപ്പെടുത്തുക എന്നൊക്കെ ചില ബുക്കിനകത്ത് നിങ്ങൾ വേറെ ചില PDF അങ്ങനെ വായിച്ചിട്ടുണ്ടാവും. സെയിം ആ ഒരു അർത്ഥം തന്നെ കേട്ടോ. തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. കിട്ടിയല്ലോ? കിട്ടി. ഇനി ഒരു പോയിന്റ് ഇതാണ്, നമ്മൾ ഡിസംബർ 1 പഠിക്കണേ എയ്ഡ്സ് ദിനം. കേരളം 2025 കൂടി HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി നടത്തുന്ന ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിനാണ് 1-0. കേരളത്തില് ഇത് തുടച്ചു നീക്കണം. അതുകൊണ്ട് കേരളത്തിൽ HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് നടത്തുന്ന ക്യാമ്പയിനാണ് 1-0. എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള ചിഹ്നം ചുവന്ന റിബണാണ്, കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ എയ്ഡ്സ് ദിനം ഡിസംബർ 1. തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പഠിക്കുക. മലേഷ്യയിൽ വെച്ച് നടന്ന 2025 സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ്. അപ്പൊ ചോദിക്കാം ഇങ്ങനെ, സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ടൂർണമെന്റ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട? സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. ഒരു മാർക്ക് കിട്ടാം. ഹോക്കി പലപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്യൂറന്റ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടാണ്? അല്ലെ രഞ്ജി ട്രോഫി, സന്തോഷ് ട്രോഫി, ഇതൊക്കെ നമുക്ക് മാറിപ്പോവും. സന്തോഷ് ട്രോഫി ഫുട്ബോളാണ്, രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ആണ്, ഈ പറയുന്ന ഡ്യൂറന്റ് ഫുട്ബോളാണ്. അതുപോലെ സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ചോദിച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക, ഹോക്കിയാണ്. പലപ്പോഴും ബാഡ്മിന്റൺ എന്നൊക്കെ എഴുതാൻ തോന്നുന്നു, ഹോക്കി. അപ്പൊ മലേഷ്യയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം 2025 സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് നടന്നത്. അതിൽ വിജയിച്ചത് ബെൽജിയമാണ്. ഇന്ത്യക്ക് 2-ാം സ്ഥാനം. നോക്കൂ, സുൽത്താൻ മലേഷ്യയിൽ പോയി ബെൽറ്റ് ഇട്ടോ, അല്ലെ? സുൽത്താനായി വായും ഞാൻ, അങ്ങനെ പാട്ടൊക്കെ അല്ലേ? പാട്ടിന്റെ വരി എനിക്കറിയില്ല. അപ്പൊ ആലോചിക്ക, സുൽത്താൻ മലയിൽ പോയി ബെൽറ്റ് ഇട്ടു. സുൽത്താനാണ്, ഒരു സുൽത്താൻ ഉണ്ട്, അദ്ദേഹം പോയി മലയിൽ പോയിട്ട് ബെൽറ്റ് ഇട്ടു, അല്ലെങ്കിൽ മലേഷ്യയിൽ പോയിട്ട് ബെൽറ്റ് ഇട്ടു. സുൽത്താൻ മലേഷ്യ ബെൽജിയം, സുൽത്താൻ മലേഷ്യ ബെൽജിയം കിട്ടും. ഓക്കെ, നോക്കൂ, വേൾഡ് അത്ലറ്റിക്സ് ഈ വർഷത്തെ എന്ന് വെച്ചാൽ 2025 ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2025 വേൾഡ് അത്ലറ്റിക്സ് ഏറ്റവും മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 പേരെയാണ്. അത്ലറ്റിക്സില് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാണ് ഏറ്റവും മികച്ച കായിക താരങ്ങൾ. ഒരു വനിതയും ഒരു പുരുഷനുണ്ടാവും അത്ലറ്റിക്സിൽ. ആരാന്നറിയോ നിങ്ങൾക്ക്? ഒന്ന്, ഇവിടെ ഫോട്ടോ കാണാൻ എന്റെ പിറകിൽ എന്റെ മുകളിൽ കാണാൻ പറ്റും, അർമാൻ ഡുപ്ലന്റിസ്, അല്ലെ? പാൻറ് ഒന്നിട്ടില്ല, പക്ഷെ നല്ല ചാട്ടക്കാരാണ്. പോൾ വാൾട്ട് താരമാണ് അർമാൻ ഡുപ്ലന്റിസ്. നോക്കൂ മക്കളെ, അർമാൻ ഡുപ്ലന്റിസിന്റെ രാജ്യം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ രാജ്യം കിട്ടും. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ആൻസർ തരും. അപ്പൊ അർമാൻ ഡുപ്ലന്റിസ് ഏത് രാജ്യക്കാരനാ ചോദിക്കാം. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു കായിക താരമാണ്, ഒരു അത്ലറ്റ് ആണ് കേട്ടോ. പോൾ വാൾട്ട് ആണ് അദ്ദേഹത്തിന്റെ ഇനം. അർമാൻ ഡുപ്ലന്റിസ്. സിഡ്നി മക്ലോഗിൻ, നോക്കൂ, അവര് എവിടെ നമുക്ക് ഇതാ കാണുന്നതിനെ മനസ്സിലാവും. അമേരിക്കയുടെ പിക്ചർ, ആ പതാക അവരുടെ പിറകിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ആർമാദിക്കുക എന്നാലോചിക്കുക, സിഡ്നി എന്നാലോചിക്കുക, അല്ലെങ്കിൽ ഡ്യൂപ്പ് പാൻറ് എന്നോ എന്തെങ്കിലും പഠിച്ച് നിങ്ങൾ ആ ഒരു പേര്, പെൺകുട്ടികൾക്ക് കായികം ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പേരൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പഠിക്കും. അപ്പൊ അർമാൻ ഡുപ്ലന്റിസ്, സിഡ്നി മക്ലോഗിൻ കേട്ടോ. സിഡ്നി മക്ലോഗിൻ ഈ പറയുന്ന ഒരു സ്പ്രിന്റ് താരമാണ്, ഓട്ടക്കാരിയാണ്. ഓക്കെ, സിഡ്നി മക്ലോഗിൻ, അർമാൻ ഡുപ്ലന്റിസ്. 2 പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്നാടാ പറഞ്ഞത് ഞാൻ? 2025 വേൾഡ് മികച്ച അത്ലറ്റ്സ് ആയിട്ട് വേൾഡ് അത്ലറ്റിക്സ് തെരഞ്ഞെടുക്കപ്പെട്ടത് 2 പേര്. ഒന്ന് അർമാൻ ഡുപ്ലന്റിസ്, സിഡ്നി മക്ലോഗിൻ. പഠിച്ചു. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത്, നമ്മൾ അത്ലറ്റിക്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് പിള്ളേരെ. ഓക്കെ ആണേ.
എവിടെ വെച്ചിട്ടായിരുന്നു ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 നടന്നത്? മനസ്സിലാക്കി പഠിക്കുക. ഒരു വർഷത്തോളം ഇത് പ്രധാനപ്പെട്ടതാണ്. കേരളം ചാമ്പ്യന്മാരായി ഹരിയാനയിൽ വെച്ചിട്ട്, ഹരിയാനയിലെ ഭിവാനി എന്ന് പറയുന്ന സ്ഥലം, ഭവാനി അല്ല കേട്ടോ, ഭിവാനി. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഹരിയാനയിലെ ഭിവാനിയിൽ വെച്ചിട്ടാണ് 2025 ഇന്ത്യയിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹരിയാനയിലെ ഭിവാനി. ആര് ജയിച്ചു? കേരളം ഓവറോൾ കിരീടം നേടി. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ്. ഇപ്പം ജെൻസികളുടെ എന്താ പറയുക സമയമാണ് അല്ലെ. ഞാനൊക്കെ ഒരു ജെൻസി അധ്യാപകനായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ കോളേജ് എന്നൊരു കൺസെപ്റ്റ്, അത് CMS കോളേജാണ് കോട്ടയത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജെൻസികൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതും എവിടെ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങളെ മനസ്സിൽ വേണം, അത് CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെ ആരംഭിച്ചു? കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജ് കോട്ടയം. കോട്ടയംകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് രേഖപ്പെടുത്തിക്കേ. അവിടെ പോയി കണ്ടോ നിങ്ങൾ ഈ ജെൻസി പോസ്റ്റ് ഓഫീസ്? ഞാൻ വാർത്തകൾ കണ്ട അറിവാണ്, എന്താ സംഗതി എനിക്ക് മനസ്സിലായില്ല. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് CMS കോളേജ് കോട്ടയം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച എവിടെ ചോദിച്ചാൽ IIT ഡൽഹിയിലാണ്. IIT ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ്. നോക്കൂ, 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലെ, ഒരു ഫോർച്യൂണർ കാർ ഇവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ പിറകില്. നമ്മുടെ നരേന്ദ്രമോദിജിയും പുടിനും ഇങ്ങനെ വരുന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് എത്രാമത്തെയാണ്? 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഈ ഒരു സംഖ്യ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ നേരത്തെ പഠിച്ച കോപ്പ് മറക്കരുത് കേട്ടോ. ഈ വർഷം കാലാവസ്ഥ ഉച്ചകോടി 31 അല്ലെ. അത് എവിടെയാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എവിടെയാണ്? തുർക്കിയിലാണ്. അടുത്ത വർഷം എത്യോപ്യയിലാണ്. കഴിഞ്ഞതിന് മുമ്പിൽ എവിടെയായിരുന്നു? ബലേം ബ്രസീലിലായിരുന്നു. അതിങ്ങനെ ആലോചിക്കുക കേട്ടോ. അത് COP കോപ്പ് 31, 32 അടുത്ത് നടക്കാൻ പോകുന്നു. എന്നാൽ 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. 2025 ഡിസംബർ മാസം 4-ാം തീയതി ഓർത്തു വെച്ചേക്കുക. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ സ്ഥലം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മംഗലാപുരം. സാധാരണ നമ്മുടെ കേരളത്തിനകത്ത് ആലുവയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലൊക്കെയാണ് നടക്കാറ്, വർക്കല. അപ്പൊ ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനം നടക്കുന്ന എവിടെയാ ചോദിച്ചാൽ ഒരു വെറൈറ്റി ആണ്, മനസ്സിലാക്കി വെക്കുക. മംഗലം കൂടാൻ ഞങ്ങളുമുണ്ട്. ശിവഗിരി മഠത്തിന്റെ പരിപാടി എന്താണ്? മംഗലം കൂടാൻ ഞങ്ങളുമുണ്ട് ചങ്ങാതി എന്നറിയിക്കുക. അപ്പം ശിവഗിരി മഠം എന്ന് കേൾക്കുമ്പോൾ അവരുടെ സമ്മേളനം എന്താണ്? മംഗലാപുരം. എവിടെയാണ്? മംഗലാപുരം. ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത് വർക്കല, തിരുവനന്തപുരമാണെന്ന് എനിക്കറിയാം. 1904 ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത്. പലപ്പോഴും ഇത് തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നവോത്ഥാനത്തിലെ ചോദ്യം ഇവിടെ ഉൾക്കൊള്ളിച്ചത് കേട്ടോ. 1904 അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, SNDP എന്നാണ് രൂപീകരിച്ചത്. SNDP എല്ലാവർക്കും അറിയാം, പക്ഷേ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ലൈവിൽ ഇരിക്കുന്ന ഫീൽ വേണം. റെക്കോർഡ് കേൾക്കുന്നവർ കമന്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒന്ന് തോന്നും. ഉറക്കമുണ്ടാവില്ല. SNDP എന്ന് രൂപീകരിച്ചു എല്ലാവർക്കും അറിയണം. അതുകൊണ്ടാണ് ഞാൻ വർഷം പറയാത്തത്. നിങ്ങൾ കമന്റ് ചെയ്യും. 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം. നോക്കൂ, ആദിശങ്കര ട്രസ്റ്റിന്റെ പുരസ്കാരം കിട്ടിയത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിനായിരുന്നെങ്കിൽ പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം ഗോപിയാഷാനാണ്. 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം ഗോപിയാഷാനാണ്. ഇവിടെ ഈ മാർഗി സതി സ്മൃതി പുരസ്കാരം എന്ന് പറയുമ്പോൾ ഈ 2 വർഷങ്ങൾ പ്രധാനമാണ്. ഈ 2024-25 വർഷത്തെ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് കഥകളി മാന്ത്രികൻ അല്ലെങ്കിൽ കഥകളിലെ ഇതിഹാസമായ കലാമണ്ഡലം ഗോപിയാഷാനും നമ്മുടെ നർത്തകിയായിട്ടുള്ള ചിത്ര വിശ്വേശ്വരനുമാണ് കിട്ടിയത്. അപ്പൊ 24 നമ്മൾ പറഞ്ഞു, 24 കലാമണ്ഡലം ഗോപി. ഇത് ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്, ഒരുമിച്ചാണ് കൊടുക്കുന്നത്. 2024 ആദ്യത്തെ പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം ഗോപിക്കാണ്, മാർഗി സതി സ്മൃതി. എന്നാൽ 25 ഇത് ഒരുമിച്ച് കൊടുക്കുന്നു. 25 കിട്ടിയത് ആർക്കാണ്? ചിത്ര വിശ്വേശ്വരൻ. ഇത് രണ്ടും നിങ്ങളോട് ചോദിക്കും കേട്ടല്ലോ, രണ്ടും ചോദിക്കും. 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് ഈ പറയുന്ന കലാമണ്ഡലം ഗോപി, 25 ചിത്ര. ഗോപി ചിത്ര, സുരേഷ് ഗോപി നമുക്കറിയാം, ചിത്രാമേ നമുക്കറിയാം. 24 മാർഗി ഗോപി, 25 ചിത്ര. ഗോപി ചിത്ര കിട്ടണേ. ഇവർക്ക് 5000 രൂപ ക്യാഷ് അവാർഡ് തുടങ്ങിയുള്ള ഒരു കട്ടിങ് ഞാൻ കൊടുത്തിട്ട് വായിച്ചു നോക്കുക. കേന്ദ്ര സർക്കാർ ഇത് വലിയ വിവാദമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇത് നിലവില് പിൻവലിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം.
നിങ്ങൾ ന്യൂസും പത്രമൊക്കെ കാണുന്നവരാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയൊരു മൊബൈൽ ഫോണുകളിൽ എന്നുവെച്ചാൽ പുതിയ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരുന്ന സുരക്ഷാ ആപ്പിന്റെ പേരായിരുന്നു സഞ്ചാർ സാഥി ആപ്പ്. ഈ ക്ലാസ് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല. എപ്പം കാണുന്നവരാണെങ്കിലും ഇങ്ങനൊരു സംഭവം ഇപ്പോൾ നിലവിലുണ്ടോ, എന്താണ് സ്ഥിതി എന്നൊന്ന് കമന്റ് ചെയ്യും. കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സഞ്ചാർ സാഥി ആപ്പ് മുമ്പ് ഫോൺ വാങ്ങിയവർക്ക് അത് നിർബന്ധമല്ല. പുതിയ ഫോണുകളിൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആപ്പ് വേണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ടായത്. അത് വലിയ വിവാദമായി കേട്ടോ. സഞ്ചാർ സാഥി ആപ്പ് എവിടെ സഞ്ചരിക്കുമ്പോൾ ഈ സാധനം വേണമെന്ന് ആലോചിച്ചാൽ മതി. പേര് സഞ്ചാർ സാഥി ആപ്പ്. കേരളത്തിൽ റെയിൽവേയുടെ ആദ്യത്തെ ഈ ബൈക്ക് വാടക സംവിധാനം. നമുക്ക് വാടകയ്ക്ക് പല കാറ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നോക്കൂ ഇലക്ട്രിക് ബൈക്ക് അല്ലെ, സ്കൂട്ടറുകൾ, നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കാണാം. അപ്പൊ അത്തരത്തിൽ കേരളത്തിലെ റെയിൽവേയുടെ ആദ്യത്തെ ഈ ബൈക്ക് വാടക സംവിധാനം ആരംഭിച്ചത് കോഴിക്കോടാണ്. ഞങ്ങളുടെ കോഴിക്കോട് എന്ത് വരുന്നു, ഈ ബൈക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു വാടക കൊടുക്കാൻ തുടങ്ങിയ റെയിൽവേ ഈ പറയുന്ന കോഴിക്കോട്. അറബ് മാതൃകയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റ്. നമ്മൾ അറബ് നാട്ടിലൊക്കെ ഗൾഫ് പറയാം, ഇറാനി സൂക്ക് എന്നൊക്കെ. ഞാനൊക്കെ മുമ്പ് പോയിട്ടുണ്ട് ഗൾഫിലുള്ള സമയത്ത്. അപ്പൊ ഇറാനി സൂക്കിലൊക്കെ പോകാറുണ്ട്. അത്തരത്തിൽ സൂക്ക് എന്നുള്ള പേര് ഞാൻ അവിടുന്ന് കേട്ടിട്ടുണ്ട്. മാർക്കറ്റ് എന്നാ പറയുക സൂക്കിന് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പില് നമ്മുടെ കേരളത്തില് കോഴിക്കോട് ജില്ലയിൽ വരികയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കാന്തപുരം എന്ന് പറയുന്ന ആ ഒരു മതപണ്ഡിതനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അവിടെയാണ് ഇത് വരുന്നത്, ഇത്തരത്തിലൊരു സെറ്റപ്പ്. അപ്പൊ ആലോചിക്കുക, അറബ് മാതൃകയുള്ള അതിന്റെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ്, കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുടെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതൊരു അറബ് മാതൃകയിൽ എവിടെയാണ് ഒരു മാർക്കറ്റ് സൂക്ക് സെറ്റപ്പ് വരുന്നത് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. അപ്പൊ ഈ ബൈക്ക് വാടക സംവിധാനം കോഴിക്കോട്. 2025 ഇന്ത്യൻ നാവികസേന ദിനാഘോഷങ്ങൾക്ക് വേദിയായ സ്ഥലം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഡിസംബർ 4 നമ്മൾ നേരത്തെ പറഞ്ഞു വ്ളാഡിമിർ പുടിൻ ഇവിടെ എത്തി. അതൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നേവി ഡേ എന്നാണ് ആ ദിവസമാണ് അദ്ദേഹം എത്തിയത്. അപ്പൊ നേവി ഡേ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഡിസംബർ 4 നാവിക സേനാ ദിനം. സ്ഥിരം ചോദ്യമാണ് നാവിക കര വ്യോമസേനാ ദിനങ്ങൾ. ഡിസംബർ 4 പഠിച്ചു വെക്കുക. ഈ പ്രാവശ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാവികസേനാ ദിനാഘോഷങ്ങളുടെ വേദി ശംഖുമുഖമായിരുന്നു, അഥവാ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിലായിരുന്നു. ശംഖുമുഖം 2025 ഡിസംബർ 4 നാവികസേനാ ദിനാഘോഷങ്ങളുടെ വേദി തിരുവനന്തപുരമായിരുന്നു. മുഖ്യ അതിഥി മറ്റാരുമല്ല, ഇന്ത്യൻ സേനകളുടെ തലവ നമ്മുടെ പ്രഥമ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമുജി ആയിരുന്നു. നോക്കൂ, ഇത് ഡിസംബർ 4 എന്തുകൊണ്ട് വരാൻ കാരണമായി എന്നൊരു ചരിത്രം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1971, കാരണം ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് കണ്ടിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ട്. നമുക്കറിയാം ഇന്ത്യ പാക് യുദ്ധങ്ങള് ഈ പറയുന്ന 65-ലും അതുപോലെ 47-ലും ഒക്കെ നടന്നിട്ടുണ്ട്. 71 ഇപ്പൊ ബംഗ്ലാദേശിന്റെ രൂപീകരണക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാലോ. അപ്പൊ 71 യുദ്ധത്തില് കറാച്ചി തുറമുഖം, നമ്മുടെ പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ആക്രമിച്ചു. ആ ഒരു മിഷന്റെ പേര് ശ്രദ്ധിക്കുക, ഓപ്പറേഷൻ കണ്ടോ, ആ പേര് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ട്രൈഡന്റ് കേട്ടോ, ഓപ്പറേഷൻ ട്രൈഡന്റ്. അപ്പൊ ഇങ്ങനെയൊരു മിഷൻ പലരും കേട്ടിട്ടുണ്ടാവില്ല, ഓപ്പറേഷൻ ട്രൈഡന്റ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് കറാച്ചി തുറമുഖം ആക്രമിച്ച ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 4 അതൊരു തുറമുഖമാണ്. ഇപ്പൊ നേവിയാണ് ആക്രമിച്ചത് അല്ലെ, നേവിയാണ്. അതുകൊണ്ട് നാവികസേന ദിനമായിട്ട് ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ 4 ആചരിക്കുന്നത്. ഇനി ജനുവരി 15 വരാം, കരസേനാ ദിനം. കരസേന ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഡിസംബർ 1 ഡിസംബർ 4 പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്ന എന്നാണ്? അപ്പൊ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്നത് നിങ്ങൾക്കറിയാം, പ്രവാസി ഭാരതീയ ദിവസ്, പ്രവാസി ഭാരതീയ. ഈ 2026 അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു സംഗതി അല്ലെ, ഞാനത് പറയുന്നില്ല എന്താണെന്ന്. അപ്പൊ അത് കമന്റ് ചെയ്തേ, പ്രവാസി ഭാരതീയ ദിവസ് ഈ ജനുവരി മാസം ഒരു ക്ലൂ ആണ്. 15 തൊട്ട് മുമ്പിലാണല്ലോ, തൊട്ട് മുമ്പ് തന്നെ കുറച്ച് പേര് പിറകോട്ട് നോക്കുക കേട്ടോ, ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ ജനുവരി 15 കരസേനാ ദിനമാണ്. കരസേനാ ദിനം നോക്കൂ, 49 ജനുവരി 15 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക മേധാവിയായിരുന്ന ജനറൽ KM കരിയപ്പ. അവിടെ ഒരു എക്സ്ട്രാ GK പോയിന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക മേധാവി ആരായിരുന്നു? കരിയപ്പ. ആരപ്പ? കരിയപ്പ കേട്ടോ, KM കരിയപ്പ. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാട്ടോ KM കരിയപ്പ. അദ്ദേഹം സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കരസേന ദിനമായിട്ട് ജനുവരി 15 ആചരിക്കുന്നത്. അപ്പൊ ജനുവരി 15 കരിയപ്പ സ്ഥാനമേറ്റ ഓർമ്മയ്ക്കും മറ്റേത് കറാച്ചി തുറമുഖം ആക്രമിച്ച ഒരു ഓർമ്മയ്ക്ക് നാവികസേനയും ഓർത്തു വെച്ചേക്കണം. അപ്പൊ ജനുവരി 15 കരസേനാ ദിനം. ചോദ്യം ഇതാണ്, 2026 കരസേനാ ദിന ആഘോഷ വേദി ജയ്പൂർ
2025 നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദി ശംഖുമുഖം തിരുവനന്തപുരം. ശംഖുമുഖം തിരുവനന്തപുരമാണെങ്കിൽ കരസേന ജയ്പൂർ. കന്റോൺമെന്റ് ഏരിയക്ക് പുറത്ത് ആദ്യമായി കരസേനാ ദിനാഘോഷം നടക്കുന്നത് ഈ ഒരു വർഷമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് 2026. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കരസേന, കര, ജയ്, നാവിക, ശംഖ് അല്ലെ. നോക്കൂ, നാവിൽ വെച്ചിട്ട് ശംഖ് ഇങ്ങനെ ഊതുക. നാവികസേന കേൾക്കുമ്പോൾ ശംഖുമുഖം ആലോചിക്കുക. നാവിൽ വെച്ചിട്ട് ഇങ്ങനെ ശംഖ് ഊതുന്നു, നാവികസേന ശംഖ് അല്ലെ. കരയിൽ വെച്ചിട്ടാണ് യുദ്ധം ജയിക്കാറ്. കരയിൽ വെച്ചിട്ട് ജയ് വിളിച്ചു, നാവിൽ വെച്ച് ശംഖൂതി, കരയിൽ വെച്ച് ജയ് വിളിച്ചു, കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 8, ഡിസംബർ 4 നാവികം, ജനുവരി 15 കരസേന, ഒക്ടോബർ 8 വ്യോമസേനാ ദിനം. 2025 വ്യോമസേനാ ദിനാഘോഷം നടന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളം എയർഫോഴ്സിന്റെ വ്യോമത്താവളമാണ്. ഇപ്പൊ ഹിൻഡൻ, ഇപ്പൊ ഗാസിയാബാദ് യു പി. ഇപ്പൊ വ്യോമം എന്ന് കേൾക്കുമ്പോ ഗാസിയ അല്ലെങ്കിൽ ഗസല് അല്ലെ, ഈ പറയുന്ന എയറിലൂടെ ഗസല്. ശംഖ് നാവിലാണെങ്കിൽ കരയിൽ വെച്ച് ജയ് വിളിച്ചിട്ട് നോക്കൂ, ഗസ അല്ലെങ്കിൽ ഗാസിയ എന്ന് ആലോചിക്കുക. വ്യോമം അല്ലെ, ആകാശത്തിലൂടെ ഗസല് പോയി. അല്ലെങ്കിൽ ആലോചിച്ച് വെക്കുക, വ്യോമം, ഗാസിയാബാദ് UP. എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവരിക, പഠിക്കുക. 1932 ഒക്ടോബർ 8, ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത്. അപ്പൊ എന്നാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത് എന്നൊരു കിടിലൻ പോയിന്റ് അവിടെ പഠിച്ചു. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടമാണ് അല്ലെ. ഉ ഗു നീ എന്ന് പഠിക്കാറുണ്ട്. 30 ഉപ്പ് സത്യാഗ്രഹം, 31 ഗുരുവായൂർ പ്രക്ഷോഭം, 32 നിവർത്തന പ്രക്ഷോഭം. അപ്പൊ 1932 ഒക്ടോബർ 8 വ്യോമസേന രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 8 ഈ പറയുന്ന വ്യോമസേന ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം ഏതാണ്? നമ്മുടെ പുതിയ മാർപ്പാപ്പയാണ് ലിയോ 14. എല്ലാവർക്കും അറിയാലോ. അപ്പൊ ലിയോ 14 ആദ്യമായിട്ട് ഏത് രാജ്യമാണ് സന്ദർശിച്ചത് അറിയാം നിങ്ങൾക്ക്? തുർക്കിയാണ്. നോക്കൂ, തുർക്കി എന്ന് കേൾക്കുമ്പോൾ ഒരു കുറച്ചുകൂടി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ രാജ്യം എന്നൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ആലോചിക്കുക, ലിയോ 14 ലോക ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പ്. അദ്ദേഹം ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം തുർക്കിയാണ്. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസിന് പരിശീലനം നൽകുന്ന സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ പദ്ധതി. ഇപ്പൊ നമ്മുടെ നാടിനകത്ത് പോലീസുകാര് പ്രത്യേകിച്ച് സ്ത്രീകളോടും ട്രാൻസ്ജെൻഡേഴ്സിനോടൊക്കെയുള്ള പെരുമാറ്റം, അതിലൊരുപാട് മാറ്റം വരുത്തണം നിങ്ങൾക്ക് തോന്നാറില്ലേ? അവർക്കൊരു ബോധം വേണം, അല്ലെങ്കിൽ ഒരു ബോധ്യമില്ല അവർക്ക് എങ്ങനെയാണ് പെരുമാറുന്നത്. ആ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട് ഒരു പരിശീലനം. അപ്പൊ ബോധ്യം പഠിച്ചു വെച്ചേ. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണമെന്ന് പോലീസുകാർക്ക് തന്നെ ഒരു പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് വനിതാ വികസന കോർപ്പറേഷന്റെ പദ്ധതിയാണ് ബോധ്യം. ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം എന്ന് നാമകരണം ചെയ്യാൻ നീതി ആയോഗ് ശുപാർശ ചെയ്തത് വടക്ക് കിഴക്കൻ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം. നോക്കൂ, ഇഞ്ചി തലസ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഞ്ചി കടിച്ച പോലെ എന്നൊക്കെ പറയാറല്ലേ? മീശ എനിക്ക് പിരിക്കാനില്ലെങ്കിലും നിങ്ങൾ മീശ ഉള്ളവരാലോചിക്കുക. ഇഞ്ചി കടിച്ച മീശ, ആ മീശ കണ്ടാൽ ഇഞ്ചി കടിച്ച പോലെ. മീശ എന്ന് പറയാൻ കാരണം മിസോറാം എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇഞ്ചി തലസ്ഥാനം മിസോറാം. പാൻ മസാലയ്ക്ക് ആരോഗ്യ രാജ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്താനുള്ള, സെസ് എന്ന് പറഞ്ഞാൽ തന്നെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ പാൻ മസാലയ്ക്ക് ആരോഗ്യ രാജ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്താനുള്ള ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് നിർമ്മലാജിയാണ്. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആരോഗ്യ രാജ്യ സുരക്ഷാ സെസ് പാൻ മസാലയ്ക്ക് ഏർപ്പെടുത്തി. പഠിക്കുക. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം നമുക്കറിയാം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി, അദ്ദേഹമാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് അല്ലെ. 100 റൺസാണ് സെഞ്ചുറി. എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചത് അല്ലെ, 6 റൺസ് സിക്സറുകൾ നേടുന്ന താരം എന്ന ലോക റെക്കോർഡ് നേടിയത് ആരാണ്? അത് നമ്മുടെ രോഹിത് ശർമ്മയാണ്. മാറരുത്, 6ലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ, സെഞ്ചുറി ആകുമ്പോൾ വിരാട് കോഹ്ലി. പെൺകുട്ടികളോടാണേ. ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ആരംഭിച്ച ദൗത്യമേതാണ്? കിടിലൻ പോയിന്റ് ആണ്. ദൗത്യങ്ങളെ കുറിച്ച് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിതാ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിലെ പിള്ളേർക്ക്, എന്റെ പെയ്ഡ് ബാച്ച് ആണ് ടെലഗ്രാമിൽ, അവിടെ എല്ലാവരോടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ ദൗത്യങ്ങളൊക്കെ. എത്രയോ തവണ, ഒരു 100 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചോദിക്കും, അവർ പറയും.
അപ്പൊ നിങ്ങളും ഇത് അതുപോലെ പഠിക്കണം കേട്ടോ. നോക്കൂ, ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രീലങ്ക ഈ അടുത്തുള്ളൊരു മിഷനാണ്. നമ്മൾ ആരംഭിച്ചൊരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു. ഈ സാഗരം ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സാഗരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യമല്ലേ ശ്രീലങ്ക. അപ്പൊ അവിടേക്കുള്ള ഒരു മിഷൻ സാഗർ ബന്ധു. സാഗർ ബന്ധു പഠിച്ചു ശ്രീലങ്ക. ഇനി ബാക്കി ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയില്ല, നിങ്ങൾ വേണമെങ്കിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അങ്ങനെ പഠിച്ചു പോകാൻ നോട്ട് ചെയ്യുക. ഓപ്പറേഷൻ ഗംഗ. ഗംഗ എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പേ ഉള്ളതാണ്. അത് റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ. ഓപ്പറേഷൻ അജയ് എന്ന് കേൾക്കുമ്പോൾ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം കഴിഞ്ഞ വർഷം മുമ്പുള്ളതാണ്. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ സമയത്ത് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് പഠിച്ചു പോണേ, റിപ്പീറ്റ് നിങ്ങൾ കേട്ടോളൂ. ഓപ്പറേഷൻ സിന്ധു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഈ അടുത്താണ്, നമുക്കറിയാം, വലിയ രൂപത്തിലേക്ക് മാറിയത്. അപ്പൊ ഇസ്രയേൽ ഇറാൻ സംഘർഷം. മറ്റേത് ഇസ്രയേലും പാലസ്തീനുമാണ് അജയ്. ഇസ്രയേലും ഇറാനുമാണെങ്കിൽ ആരാടാ? സിന്ധു. സിന്ധു. ഇസ്രായേല്, ഇറാന്, സിന്ധു. മറക്കരുതേ. കാവേരിയിലേക്ക് വന്നാലോ? സുഡാനിലെ ആഭ്യന്തര കലാപമാണ്. കാവേരി എന്ന് കേൾക്കുമ്പോൾ സുഡാനിലെ ആഭ്യന്തര കലാപം കൃത്യമായിട്ട് പഠിക്കുക. ഇന്ദ്രാവതി. ഇന്ദ്രാവതി എന്ന് കേൾക്കുമ്പോൾ ഹെയ്ത്തി ആഭ്യന്തര കലാപം. ഹെയ്ത്തി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യമാണ് ഇത്, ഓപ്പറേഷൻ ഇന്ദ്രാവതി. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ നമ്മൾ ഒഴിപ്പിച്ചു കൊണ്ടുവന്നതോ അത് ദേവി ശക്തിയാണ്. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ദേവി ശക്തി. ഇന്ദ്രാവതി ഹെയ്ത്തി, സുഡാന് കാവേരി, സിന്ധു ഇസ്രായേൽ ഇറാന്. പഠിച്ചു വെക്കുക കേട്ടോ. ഡൗട്ടും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കോഡൊക്കെ ആക്കി നമ്മളെ ടെലഗ്രാമിൽ റിപ്പീറ്റ് ചെയ്ത് പറയും. ഇവിടെ അതിന് നിർവാഹമില്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ദോസ്ത് നമ്മുടെ ഫ്രണ്ടാണ് തുർക്കി. തുർക്കിയിൽ ഭൂചലനം, സിറിയ തുർക്കി മേഖലയിൽ ഭൂചലനം. ദോസ്ത് നമ്മൾ നടത്തിയ രക്ഷാദൗത്യമാണ്. നോക്കൂ, ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിലെ ഭൂചലനം. മ്യാൻമാറിലെ ഭൂചലനം ഉണ്ടായി ആ സമയത്ത് ബ്രഹ്മ. മ്യാൻമാറിലെ ഭൂചലനം ബ്രഹ്മ. ഇനി കരുണ നോക്കൂ. മോക്ക ചുഴലിക്കാറ്റ് ബാധിച്ച മ്യാൻമാർ. ഇതും മ്യാൻമാർ തന്നെയാണ്. മ്യാൻമാറിലെ ഈ പറഞ്ഞ ചുഴലിക്കാറ്റ് വരുന്ന സമയത്ത് എന്താണ് അവിടെ? കരുണ. അവിടെ ഭൂചലനമാണെങ്കിൽ ബ്രഹ്മ. ആലോചിക്കുക, ഭൂമി ബ്രഹ്മാവ്, ആ ഒരു കൺസെപ്റ്റ് ബ്രഹ്മ. എന്നാൽ ഈ പറഞ്ഞ ചുഴലിക്കാറ്റ് അടിച്ചപ്പോൾ കരുണ. കരുണ കൃത്യമായി പഠിക്കുക. 2025 8ാമത് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് അവാർഡിന് അർഹയായത്. പൗലോസ് മാർ ഗ്രിഗോറിയസ് അവാർഡ് കിട്ടിയത് 2025 ആർക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ മിസൈൽ വുമൺ എന്ന് നമ്മൾ വിളിക്കുന്ന, PSC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറില്ലേ മിസൈൽ വുമൺ, ആരാണ്? ടെസി തോമസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. അറിയാത്ത ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊന്ന് പറയാം, റോക്കറ്റ് മാൻ. റോക്കറ്റ് മാൻ ശിവനാണ്. റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് K ശിവനാണ്. മിസൈൽ മാൻ APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ വുമൺ ടെസി തോമസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ, റോക്കറ്റ് വുമൺ ആരാണ്? റോക്കറ്റ് മാൻ ശിവൻ. അങ്ങനെയാണെങ്കിൽ റോക്കറ്റ് വുമൺ ആരാണ്? റോക്കറ്റ് വുമൺ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അറിയാമെന്ന് എനിക്കറിയാം. അറിയാത്തവർ കമന്റ് ചെക്ക് ചെയ്യുക കേട്ടോ. സാഹിത്യ, കല, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം 2025 അർഹനായത് ആരാണ്? 2025 കേരള നിയമസഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ പുരസ്കാരം കിട്ടിയത് NS മാധവൻ. NS മാധവൻ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ നമ്മുടെ NS മാധവൻ, ഹ്വിക്കിറ്റ അദ്ദേഹത്തിന്റെ കൃതിയല്ലേ. അപ്പൊ NS മാധവൻ കൃത്യമായിട്ട് പഠിക്കുക അല്ലെ. NS മാധവന്റെ കൃതികളൊക്കെ ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഇനിയും നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടും കേട്ടോ. 150 PDF NS മാധവനെ കുറിച്ച് പ്രത്യേകം ഒരു PDF ഉണ്ട്. അപ്പൊ നിയമസഭാ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? NS മാധവൻ. NS മാധവൻ പഠിച്ചു. ഖത്തറിൽ നടന്ന അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം. ശ്രദ്ധിക്കണേ മക്കളെ, ലോകകപ്പ് ഫുട്ബോൾ മത്സരമാണ് ഇക്കൊല്ലം നടക്കാൻ പോവുകയാണ്. ഞാൻ ഈ ക്ലാസ് ചെയ്യുമ്പോൾ നടന്നിട്ടില്ല. അപ്പൊ അത് 3 രാജ്യങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്, മെക്സിക്കോ, കാനഡ, അമേരിക്ക. ലോകകപ്പ് ഫുട്ബോള്. എന്നാൽ ശ്രദ്ധിക്കുക നിങ്ങൾ, 2025 അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ നടന്നിരുന്നു. അണ്ടർ-17 17 വയസ്സിന് താഴെയുള്ളത്. അത് നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുക, ഖത്തർ. കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന ഓർമ്മയില്ലേ ഖത്തർ? അപ്പൊ അണ്ടർ-17 നടന്നത് ഖത്തറിലാണ്. ആര് വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലാണ് വിജയിച്ചത്. ഓസ്ട്രിയയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ ഡ്രഗ്സ് കടത്തലിനെതിരെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്. ആ പേരും ശ്രദ്ധിച്ചേ. ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ ഡ്രഗ്സ് കടത്തലിന് എതിരെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ് ഞാൻ പറയാൻ പോകുന്നത്.
അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് 2025 ഖത്തർ പഠിച്ചു. അതുപോലെ ശ്രദ്ധിക്കുക, G20 2026 എവിടെ വെച്ചിട്ടാണ്? മിയാമി, അമേരിക്ക. G20 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് ലോകത്ത്. ആ G20 നടക്കുന്നത് മിയാമി അഥവാ അമേരിക്കയിലാണ്. ഇനി നോക്കൂ, അടുത്ത വർഷം 2027 G20 നടക്കുന്നത് UK. 26 USA, 27 UK. 26 USA, 27 UK. കൃത്യമായിട്ട് പഠിക്കുക. ഇനി നോക്കൂ, 3 വർഷം ചോദിക്കാറുണ്ട്. ഈ വർഷം അമേരിക്കയിലാണെങ്കിൽ കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? അത് ശ്രദ്ധിക്കണം. 25 സൗത്ത് ആഫ്രിക്ക, 27 UK. ഇത് മൂന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഈ വർഷം അമേരിക്ക, അടുത്ത വർഷം UK, മുമ്പ് നടന്നത് സൗത്ത് ആഫ്രിക്ക. കിട്ടിയല്ലോ. സൗത്ത് ആഫ്രിക്ക, അമേരിക്ക, ബ്രിട്ടൻ. സൗത്ത് ആഫ്രിക്ക, അമേരിക്ക, UK കിട്ടും. ഇനി 24 ചോദിച്ചാൽ ചുമ്മാ ഒന്ന് ഓർത്ത് വെക്കുക, ബ്രസീലാണ്. ഇതൊക്കെ പിറകോട്ട് ചോദിക്കാറുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ. G20 നിങ്ങളൊരു 4-5 വർഷം പിറകോട്ട് പഠിക്കണം. 23 ഇന്ത്യയിലായിരുന്നു. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഭൗമസൂചിക പദവി ലഭിച്ച, ഭൗമശാസ്ത്ര സൂചിക പദവി ലഭിച്ച മന്ദാരിൻ ഓറഞ്ച് അല്ലെ? ആ ഒരു പേരൊക്കെ ശ്രദ്ധിച്ചു വെക്കുക, രസമുള്ള പേരാണ്. മന്ദാരിൻ ഓറഞ്ച്. ഇത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? വെസ്റ്റ് ബംഗാളിലെ ഓറഞ്ച് ആണ്. വെസ്റ്റ് ബംഗാളിലെ ഹൈ മേഖല എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ് കൂടിയ ഡാർജിലിംഗ് പോലുള്ള സ്ഥലങ്ങൾ, ഈ പറഞ്ഞ ആസാമിലേക്ക് പോകുന്നത്. അപ്പൊ ഡാർജിലിംഗ് കുന്നുകളിലാണ് എന്തുള്ളത്? മന്ദാരിൻ ഓറഞ്ച് ഉള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസഡർ ആണ് മക്കളെ നമ്മുടെ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ. കൃത്യമായിട്ട് പഠിക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡർ ആണ് ഹർമൻപ്രീത് കൗർ. കേരളത്തില് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് ട്രിവാൻഡ്രമാണ്. 22ാമത് കേരള ബാംബു ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചി. 22ാമത് കേരള ബാംബു എന്ന് കേൾക്കുമ്പോൾ അങ്കമാലിക്കൊക്കെ നമുക്ക് പോകാൻ തോന്നും അല്ലെ? അവിടെ ഒരു പ്രത്യേകത ഉണ്ട് അങ്കമാലിയിൽ. എന്താണെന്ന് കമന്റ് ചെയ്തേ. അങ്കമാലി എന്ന് പറഞ്ഞാൽ കൊച്ചിക്ക് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട്, എറണാകുളത്തായതുകൊണ്ട് അങ്കമാലി എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. GK കേരള ജോഗ്രഫി ഒക്കെ പഠിച്ചവർക്ക് അറിയാം. അപ്പൊ ബാംബു ഫെസ്റ്റിവൽ കൊച്ചിയാണ്. കേരളത്തിൽ വെച്ച് നടന്ന ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ വേദി 2025 ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്, അതും കൊച്ചിയാണ്. പ്ലാസ്റ്റിക്കിന് പകരമായി തുണിയും റബ്ബർ പാലും സംയോജിപ്പിച്ചുകൊണ്ട്, ഫോട്ടോ നോക്കി കേട്ടോ, റബ്ബ് ഫാബ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്ത ഗവേഷണ സ്ഥാപനം ഏതാണ്? റബ്ബ് ഫാബ്. പ്ലാസ്റ്റിക്കിന് പകരം ഈ പറഞ്ഞ റബ്ബറും അതുപോലെ തന്നെ തുണിയൊക്കെ കൂടി ഉപയോഗിച്ചുകൊണ്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയമാണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്, റബ്ബ് ഫാബ്. നവരയരി നെൽ കർഷകൻ. നല്ലൊരു പോയിന്റ് ആണ് മക്കളെ, പഠിച്ചു വെക്കുക. ഇദ്ദേഹം VS അച്യുതാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ഞാനിപ്പോ ന്യൂസുകൾ വായിച്ചപ്പോൾ മനസ്സിലായി, പത്രക്കട്ടിങ്ങളിലൂടെയൊക്കെ. അതായത് കേരളത്തില് നവരയരി എന്ന് പറയുന്നൊരു അരിയുണ്ട്. ഇദ്ദേഹം പാലക്കാട് ചിറ്റൂർ ആ മേഖലയിലുള്ള വ്യക്തിയാണ്. ആ നവരയരിക്ക് വളരെ പ്രാധാന്യം കേരളത്തിൽ കൊണ്ടുവരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു, ഒരു കർഷകനായിരുന്നു, ജൈവ കർഷകനായിരുന്നു. ഈ അടുത്ത് മരണപ്പെട്ട നാരായണൻ ഉണ്ണി. ചോദിക്കും, നവരയരി നെൽ കർഷകൻ എന്ന അരനാമത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന ഏത് വ്യക്തിയാണ് 2025 ഡിസംബറിൽ അന്തരിച്ചത്? നാരായണൻ ഉണ്ണി. നവരയരി നെൽ കർഷകൻ ആരാണ്? നാരായണൻ ഉണ്ണി. ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ, അല്ലെങ്കിൽ സ്ഥാപിതമാകാൻ പോകുന്നത് എവിടെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാട്ന. നോക്കൂ, പാട്ന. ഒരു എനർജി ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പാട്ന പാടണമെങ്കിൽ എനർജി വേണം. എനർജി മ്യൂസിയം പാട്ന എവിടെയാണ്? അത് ബീഹാറിലാണ്. വെസ്റ്റ് ബംഗാൾ ഗവർണറുടെ, ഇപ്പൊ നിലവിൽ ഇദ്ദേഹം, ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവർണർ അല്ല. എനിവേ നിങ്ങൾ പഠിക്കുക, വെസ്റ്റ് ബംഗാൾ ഗവർണർ മലയാളിയായിരുന്നല്ലോ മുമ്പ്, എന്ന് വെച്ചാൽ CV ആനന്ദ ബോസ് സാർ. അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാൻ നിങ്ങൾക്ക്. അപ്പൊ വെസ്റ്റ് ബംഗാൾ ഗവർണറുടെ 2025 എക്സലൻസ് അവാർഡ് കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ ഫാദർ റോബി കണ്ണഞ്ചിറയ്ക്കാണ്. ഫാദർ റോബിയാണ് വെസ്റ്റ് ബംഗാൾ ഗവർണറുടെ എക്സലൻസ് അവാർഡ് കിട്ടിയത്. മക്കളെ, ഫിഫയുടെ പല പുരസ്കാരങ്ങളുണ്ട്, ബാലൻഡിയോർ പുരസ്കാരങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഫിഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലൊരു പുരസ്കാരമാണ് ദ ബെസ്റ്റ് പുരസ്കാരം. ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾ നന്നായി PSC പഠിച്ച് മുഴുവൻ മാർക്കും കറണ്ട് അഫയേഴ്സ് കിട്ടണം. ബെസ്റ്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഫുട്ബോളിലെ പുരസ്കാരം അത് കിട്ടിയത് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, വനിതാ ഫുട്ബോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഐറ്റന ബോൺമാറ്റി. ബാഴ്സലോണയുടെ ഒക്കെ താരമാണ് അല്ലെ? അപ്പൊ ഐറ്റന ബോൺമാറ്റി എന്ന് പറയുന്ന മേഡം, ഫോട്ടോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്റെ പിറകിൽ കാണില്ല, PDF ഉണ്ടാവും. അപ്പൊ ആരാണ് ഫിഫയുടെ 2025 ദ ബെസ്റ്റ് പുരസ്കാരം കിട്ടിയ വനിത? ഐറ്റന ബോൺമാറ്റി.
2025 ഫിഫയുടെ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച മികച്ച വനിതാ താരം ഐറ്റന ബോൺമാറ്റി, മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെംബാലെ. ഇദ്ദേഹം ഏത് രാജ്യക്കാരാണ്? ഫ്രാൻസിന് വേണ്ടി കളിക്കുന്ന മികച്ച പുരുഷ താരമായി 2025 ഫിഫയുടെ ദ ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ഉസ്മാൻ ഡെംബാലെ. പഠിച്ചു വെക്കുക. മികച്ച പുരുഷന്മാരുടെ പരിശീലകൻ അത് ലൂയിസ് ആണ്. മികച്ച വനിതകളുടെ പരിശീലക അത് സെറീനയാണ്. അപ്പൊ ലൂയിസ് പുരുഷന്മാരുടെ പരിശീലകനും സെറീന വനിതകളുടെ പരിശീലകനും അവാർഡ് കിട്ടി. ലൂയിസ് ആൻഡ്രിക്ക, സെറീന വിക്മാൻ. അപ്പൊ പേരുകളൊക്കെ ഇച്ചിരി മാറ്റേണ്ട മലയാളത്തിലേക്ക് എഴുതുമ്പോൾ കേട്ടോ. ഇത് ഇതുപോലെ ഒന്നായിരിക്കില്ല ഇംഗ്ലീഷ് വായിക്കുക, പക്ഷെ നമ്മളത് സെറീന എന്നും ലൂയിസ് എന്നും അല്ലെ ഉസ്മാനിക്കാന്നൊന്നും വിളിക്കണ്ട. ഉസ്മാനിക്കൊന്നല്ല, ഉസ്മാൻ ഡെംബാലെ. അതുപോലെ ഐറ്റാന ബോൺമാറ്റി, ബോണ് ഉസ്മാന് എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ലൂയിസ്, സെറീന നിങ്ങളുടേതായ ഭാഷയിൽ പഠിക്കാം. പണിയർ വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണിയർ വിഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. പണിയർ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യമായി ഒരു നഗരസഭയുടെ അധ്യക്ഷനാവുന്ന വ്യക്തി ആരാണ്? അടുത്തൊരു PDF ഞാൻ പഠിപ്പിക്കും. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. അതും ഈ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്. പണിയർ വിഭാഗം. അപ്പൊ ഈ പണിയർ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ആയിട്ട് ഒരു വനിത വരികയാണ്. പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണ് ആദ്യമായിട്ട്. പേര് അനുശ്രീ സുരേഷ്. അവരുടെ ഗ്രാമപഞ്ചായത്ത് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മലപ്പുറത്താണ്. അപ്പൊ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് അനുശ്രീ സുരേഷ് വരുന്നു. അനുശ്രീ എന്നുള്ള പേര് പഠിക്കുക. അനുശ്രീ പണിയർ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. 2025 ഡിസംബറിൽ അന്തരിച്ച റാം വി സുധർ. കൃത്യമായിട്ട് പഠിക്കണം. ഇദ്ദേഹത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാം വി സുധർ. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ GK പഠിക്കുമ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ, ഏകതാ പ്രതിമ, നമ്മുടെ പട്ടേലിന്റെ പ്രതിമയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ആ ഒരു പ്രതിമ പഠിച്ചപ്പോൾ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും ശില്പി റാം വി സുധർ. അവൻ നോട്ട് ചെയ്ത് വെക്കുക. ഇദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു. ചോദിക്കാം, 2025 ഡിസംബറിൽ അന്തരിച്ച റാം വി സുധർ ഏതു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? അദ്ദേഹം ശില്പിയാണ് എന്ന കാര്യം മറക്കണ്ട. അദ്ദേഹം എന്താണ്? ശില്പിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അദ്ദേഹമാണ് ഒരു ശില്പി. അതുപോലെ ഇദ്ദേഹത്തിന് ഒരു വിശേഷണമുണ്ട്. എന്നാണ്? ഇന്ത്യൻ മൈക്കൽ ആഞ്ചലോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇദ്ദേഹത്തെയാണെന്ന് പറയപ്പെടുന്നു. പാർലമെന്റ് വളപ്പിലെ ധ്യാനനിരതനായ മഹാത്മാഗാന്ധി, അവിടെ ഒരു പ്രതിമയുണ്ട് മഹാത്മാഗാന്ധിയുടെ. ആ പ്രതിമയുടെ ശില്പിയും ഇദ്ദേഹമാണെന്ന് പറയുന്നു. പത്മഭൂഷൺ, ശ്രദ്ധിക്കണേ, ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത് 2016 ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം ചോദിക്കാം. കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക മേഖല, നമുക്ക് ക്വസ്റ്റ്യനിലെ 5 മാർക്കോളുണ്ട് പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ. അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റാം വി സുധറിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, മഹാത്മാഗാന്ധിയുടെ പാർലമെന്റിലെ ആ ഒരു വളപ്പിലെ പ്രതിമ, ഇന്ത്യൻ മൈക്കൽ ആഞ്ചലോ എന്നറിയപ്പെടുന്നു. 2016 പത്മഭൂഷൺ ലഭിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് മേഡത്തിന്റെ ഫോട്ടോ ഇവിടെയുണ്ട്. ഇനി മറ്റൊരു അടിപൊളി ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണുന്നറിയില്ല, ഒരു അപ്പൂപ്പനെ കാണാം. അപ്പൂപ്പൻ എന്ന് പറയാൻ കാരണം 71 വയസ്സായി. ചേട്ടന്റെ പേര് വേലായുധൻ എന്നാണ്. അദ്ദേഹം ഈ പറയുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു സ്വർണം അടിച്ചു. പിള്ളേരെ കണ്ടു നോക്കൂ നിങ്ങൾ. തുർക്കിയിലെ ഇസ്താംബുളിൽ അല്ലേ. അപ്പൊ നമ്മുടെ വേലായുധ എന്നൊരു പാട്ടൊക്കെ അല്ലേ, ആ പാട്ടിന്റെ രൂപത്തിൽ വേണമെങ്കിൽ പാടാം. തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന അങ്ങനെയൊക്കെ പാടാം നമുക്ക്. അപ്പൊ നോക്കൂ, തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മലയാളി ആരാടാ? KK വേലായുധൻ അല്ലേ. എന്നെ മോളെ കഷ്ടത്തില്ല വേലായുധല്ല, സ്വർണ്ണം നേടി കഷ്ടത്തില്ല വേലായുധ, സ്വർണ്ണം നേടി കഷ്ടത്തില്ല വേലായുധ. മറക്കൂല. അപ്പൊ തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് KK വേലായുധൻ. ദേവികുളം റേഞ്ച്, അവിടെ ആനമുടിച്ചോല, നമുക്കറിയാം കേരളത്തിലെ നാഷണൽ പാർക്കുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാത്ത കൂട്ടുകാരെ. ആ ആനമുടിച്ചോലയും മതികെട്ടാഞ്ചോലയെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ആനമുടിച്ചോല മലനിരകളിൽ ഗവേഷകർ കണ്ടെത്തിയ പുതിയൊരു സസ്യമാണ് പോഗോസ്റ്റിമൺ ആനമുടിക്കം. ശരിക്കും ഗൂഗിളിൽ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ കറക്റ്റ് ഫോട്ടോ ഒന്നുമില്ല, പക്ഷെ അതിന് സമാനമായ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കാണുമ്പോൾ നിങ്ങൾക്ക് തുളസിയാന്നൊക്കെ തോന്നാം, പുതിന അല്ലെ, മല്ലിച്ചപ്പ് പുതിനയില്ല, പുതിനയുടെ ഇല പോലെയൊക്കെ തോന്നുന്ന ഒരു സസ്യമാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് പോഗോസ്റ്റിമൺ ആനമുടിക്കം. ഇതൊരു സസ്യമാണെന്ന് മാത്രം നോട്ട് ചെയ്ത് വെക്കാം.
അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും അവസാനമായിട്ട് 2025 നടന്നത് IFFK 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ്. അപ്പൊ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ആരായിരുന്നു ആ ഒരു ടോട്ടൽ മേളയുടെ ജൂറിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പേരാണ് മുഹമ്മദ് റസൂലോഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ മുഹമ്മദ് റസൂൽ എന്നൊക്കെ നിങ്ങൾ ഓർത്തു വെക്കാൻ ഒരു പക്ഷേ എളുപ്പത്തിൽ ലിങ്ക് ചെയ്ത് വെക്കുക. മുഹമ്മദ് റസൂൽ ആയിരുന്നു ഈ പറയുന്ന സിനിമ ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ. അദ്ദേഹം ഒരു ഇറാനിയൻ സംവിധായകനാണ്. ഇപ്പോൾ ഇറാന്റെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇറാനിയൻ സംവിധായകനായിട്ടുള്ള മുഹമ്മദ് റസൂലോഫ് ആണ് 2025 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷൻ എന്ന് പഠിച്ചു വെച്ചേക്ക് കൂട്ടുകാരെ. നോക്കൂ, 82 രാജ്യങ്ങളിൽ നിന്നായിട്ട് 206 ചിത്രങ്ങളാണ് ഈ വർഷം പ്രദർശിപ്പിച്ചത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ അറിയുന്നവർ കമന്റ് ചെയ്തോ. 206 PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഖ്യയാണ് ബയോളജിയിൽ. എന്താണ് ആ ചോദ്യം എന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ. അവ 82 രാജ്യങ്ങളിൽ നിന്നായിട്ട് 206 ചിത്രങ്ങൾ കൃത്യമായിട്ട് പഠിക്കണേ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. 82 രാജ്യങ്ങളിൽ നിന്ന് 206 ചിത്രങ്ങളാണ് ഈ വർഷം ഉണ്ടായിരുന്നത്. ചില അവസാനത്തെ നടന്ന ഈ ഒരു മേളയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകർക്കും ഒക്കെ അവാർഡ് കൊടുക്കാറുണ്ട്. മികച്ച സിനിമയ്ക്ക് നൽകുന്ന അവാർഡ് സുവർണ ചകോരമാണ്. സ്വർണം ആലോചിക്കുക, സ്വർണം കട്ടത് ആരപ്പായെന്നൊന്നും ഞാൻ പാടുന്നില്ല. അതൊരു എന്താ പറയുക, ഹാസ്യ രൂപത്തിലുള്ള നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്. പക്ഷേ സ്വർണം എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, സ്വർണ ചകോരം എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, ഈ പ്രാവശ്യം അവസാനം നടന്ന മേളയിൽ ഈ ഒരു പുരസ്കാരം കിട്ടിയത് സീസൺ ആണ്. ഇപ്പൊ സ്വർണം കട്ടത് ആരപ്പായതൊരു പാട്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പാടിയത്. എന്തുകൊണ്ടാണ്? സ്വർണം എന്ന് കേൾക്കുമ്പം ഏതോ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു സീസണില് അവിടെ ഏതോ സ്ട്രേഞ്ചേഴ്സ് അവര് വന്നിട്ട് എന്തോ ചെയ്തു അല്ലെ, കട്ടുകൊണ്ടുപോവുകയോ എന്തോ ചെയ്തു, അത് എനിക്കറിയില്ല. അപ്പൊ എന്തു തന്നെയാണെങ്കിലും സുവർണ ചകോരം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ടു സീസൺ ടു സ്ട്രേഞ്ചേഴ്സ് എന്ന് കാണണം. സ്ക്രീനിൽ കാണുന്നുണ്ടോ? എന്റെ തൊട്ട് പിറകിലായിട്ട് അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, ഒരു ന്യൂസിന്റെ കട്ടിങ്. ഇതൊരു ജപ്പാനീസ് മൂവിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ജപ്പാനീസ് മൂവിയായ ടു സീസൺ ടു സ്ട്രേഞ്ചേഴ്സ്, ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ്, ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങളത് കൃത്യമായിട്ടൊന്ന് പഠിക്കണ്ട. സീസൺ, സ്ട്രേഞ്ചേഴ്സ്, സ്വർണം, സിനിമ. ആലോചിച്ച് വെക്കുക. സ്വർണം എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സീസണിൽ അവിടെ ഏതോ സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി ആലോചിച്ചിട്ടോ. അപ്പൊ എന്താണ്? സുവർണ ചകോരം, ഒരു മാർക്ക്. എന്നാൽ രജതം എന്ന് കേൾക്കുമ്പോഴോ, രജത ചകോരം, അത് സംവിധാനത്തിനാണ് കിട്ടുക. സുവർണ ചകോരം സിനിമയ്ക്കാണെങ്കിൽ രജത ചകോരം സംവിധാനത്തിനാണ്. കരീന പിയാസ, ലൂസിയ ബ്രാസലിസ്, 2 പ്രധാനപ്പെട്ട പെൺകുട്ടികൾ. ഇവർ അർജന്റീനിയൻ സിനിമ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ അർജന്റീനിയൻ സംവിധായകരാണ്. പേരെന്താണ്? ഒന്ന് കരീന, മറ്റൊന്ന് ലൂസിയ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇവന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു PSC പരീക്ഷ അതിനകത്ത് നിങ്ങൾ ലൂസായി കഴിഞ്ഞാൽ, നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ അല്ലെ, ലൂസേഴ്സ് എന്ന് നമ്മൾ പറയല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ കരയും അല്ലെ. പണ്ടൊക്കെ ഏതൊക്കെയോ പ്രധാനപ്പെട്ട നമ്മുടെ പരിപാടി കലാമേളകളൊക്കെ നടക്കുമ്പോൾ അല്ലെ, സ്കൂൾ കലാമേളകളൊക്കെ ആരൊക്കെയോ നിലവിളിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കരയും ആലോചിക്കുക. അപ്പോ മികച്ച സംവിധായകരായി കിട്ടിയത് ഈ ലൂസായിട്ട് കരയുന്ന ആളുകളാണ്. അപ്പൊ ലൂസിയ കണക്ട് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും കോഡ്, നിങ്ങൾക്ക് നല്ല കോഡ് അറിയാൻ കമന്റ് ചെയ്യും. പല കോഡുകൾ ഞാനിതൊക്കെ നമ്മുടെ ടെലഗ്രാമിൽ പഠിപ്പിച്ചപ്പോൾ വേറെ കോഡാ പറഞ്ഞത്. അപ്പൊ ലൂസേഴ്സ് എന്ത് ചെയ്യുന്നു? കരയുന്നു. ആലോചിച്ച് വെക്കുക. സംവിധാനം രജത ചകോരം, മികച്ച സംവിധാനം 2 പേരുകളാണ്. ഒന്ന് കരയുന്നു, ഒന്ന് ലൂസേഴ്സ്. ലൂസിയ കരീന, ലൂസിയ കരീന. ഇവരുടെ സിനിമ ബിഫോർ ദ ബോഡി. ആലോചിക്കുക. ഇവർ സങ്കടപ്പെട്ട ആ ഒരു ബോഡിക്ക് മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ പിറകിലോ എവിടെയെങ്കിലും ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ഇമാജിനേഷൻ, ഒരു കോഡല്ലേ. അപ്പൊ ബിഫോർ ദ ബോഡി എന്ന് ആലോചിക്കുക. കരീന പിയാസ എന്ന് ആലോചിക്കുക. ലൂസിയ ബ്രാസലിസ് എന്ന് ആലോചിക്കുക. ഇവർ അർജന്റീനിയൻ സംവിധായകരാണ്. ഇവരുടെ ഫോട്ടോ എന്റെ പിറകിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു സിനിമയുടെ കട്ടിങ്ങും. അപ്പൊ IFFK അഥവാ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2025, അതിനാണ് നമ്മൾ IFFK എന്ന് വിളിക്കുക അല്ലെ. 30ാമത് അവിടെയാണ് എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് തിരി തെളിയും എന്ന് പറഞ്ഞുകൊണ്ടൊരു പത്രക്കട്ടിങ് കണ്ടില്ലേ. അവിടെ ഒരു സിനിമയുടെ പേരുണ്ട്, പാലസ്തീൻ അഥവാ ഫലസ്തീൻ 36. നോക്കൂ പിള്ളേരെ, ചോദ്യം ഇതാണ്. 2025 കേരളത്തിൽ നടന്ന 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? അതിന്റെ പേര് പാലസ്തീൻ 36. പഠിച്ചു വെച്ചേക്കുക. കാരണം ഇന്നത്തെ
ഒരു ആഗോള പൊളിറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഈ ഒരു ഫിലിം, ആ പേര്, അതാണ് ആദ്യത്തെ ഉദ്ഘാടന ചിത്രമായിട്ട് വരുന്നത്. ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ് എന്നുള്ളത് നമുക്ക് റസൂൽ എന്ന് പഠിക്കാം അല്ലെ. അദ്ദേഹമായിരുന്നു ജൂറി ചെയർമാൻ. പാലസ്തീൻ ആയിരുന്നു ആദ്യത്തെ ഉദ്ഘാടന സിനിമ. അതുപോലെ തന്നെ സുവർണ ചകോരം കിട്ടിയത് സിനിമയ്ക്ക് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു സീസൺ ഉണ്ട്, സ്ട്രേഞ്ചേഴ്സ് ഉണ്ട് അല്ലെ. ആ ഒരു പേര് ഓർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സംവിധായകർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കാൻ വേണ്ടിയിട്ട് കരിയുന്നു എന്ന് പറഞ്ഞു, ലൂസു അല്ലെ. അപ്പൊ ആ ഒരു രണ്ട് പേര് അല്ലെ ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതി, ലൂസിയ, കരീന, അത് മതി. അപ്പൊ നമ്മൾ ഓവറായിട്ട് പഠിക്കാതെ ഇങ്ങനെ ഷോർട്ട് ആയിട്ടൊക്കെ ആലോചിച്ച് വെക്കുക. അപ്പൊ ഈ ഒരു പാലസ്തീൻ 36 എന്ന് പറയുന്ന മൂവി സംവിധാനം ചെയ്തത്, മാഡത്തിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആനി മേരി ജാസിർ ആണ്. ആനി മേരി ജാസിർ. നോക്കൂ, ഇനിയുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ഈ PDF തരുന്ന എല്ലാം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. LGS പരീക്ഷയ്ക്ക് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച മലയാള ചിത്രം ചോദിച്ചാൽ പിള്ളേരെ നിങ്ങൾ പഠിക്കണം. ഈ പറയുന്ന നെറ്റ് പാക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ മികച്ച മലയാള സിനിമയായിട്ട് 2 സിനിമകളാണ് തിരഞ്ഞെടുത്തത്. ഒന്ന് നമ്മുടെ സഞ്ജു സുരേന്ദ്രന്റെ ഒരു സിനിമയും മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ ആവള എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സിനിമയുമാണ്. ഇത് പഠിക്കാൻ വേണമെങ്കിൽ IFFK ആണ്, തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു. നമ്മുടെ സഞ്ജു സാംസൺ ആലോചിക്കുക. സഞ്ജു ഒരു വിന്ററിന്റെ രാത്രി, നല്ല വിന്റർ, ആ ഒരു അന്തരീക്ഷം ആലോചിക്കുക. വിന്റർ രാത്രി അച്ഛനെ എന്ത് വിളിക്കാറിയോ, തന്തേനെ പേര് വിളിക്കുന്നു. ഡാ ഉണ്ണികൃഷ്ണ, ആ വള ഇങ്ങോട്ട് കൊണ്ടുക എന്ന് പറയുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കോഡായിട്ടൊന്നും തോന്നില്ല ഒരു പക്ഷേ മക്കളെ നിങ്ങളൊന്ന് ചുമ്മാ ആലോചിച്ച് നോക്കുക. IFFKയിലെ മലയാള സിനിമ എന്ന് പറയുമ്പം അന്ന് നമ്മൾ പഠിച്ചത് ആ സഞ്ജു ആണല്ലോ, ഒരു വിന്ററിന്റെ രാത്രിയാണല്ലോ, തന്തേനെ പേര് വിളിച്ചല്ലോ. അപ്പൊ മോശമായി പോയില്ലേ? ആ വള ഉണ്ടാന്ന് പറഞ്ഞ തന്തപ്പേര്, തന്ത എന്ന് പറഞ്ഞാൽ ആ വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, പഠിക്കാൻ വേണ്ടി കോഡാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ അച്ഛനെയൊക്കെ തന്തയെന്നൊക്കെ വിളിക്കുന്നല്ലേ, അങ്ങനെ ആ രൂപത്തിൽ പറഞ്ഞ കോഡ് വേണ്ടി മാത്രം കേട്ടോ. അപ്പൊ ആലോചിക്കുക, സഞ്ജു ഒരു വിന്റർ നൈറ്റ് തന്തേനെ പേര് വിളിച്ച് പറഞ്ഞു ഉണ്ണികൃഷ്ണ ആ വള കൊണ്ടാ. നമ്മൾ തമാശയ്ക്ക് വിളിക്കും, അച്ഛനെ സ്നേഹം കൊണ്ട് വിളിക്കാണല്ലോ ചെയ്യും കേട്ടോ. സഞ്ജു സാംസനെ കൊണ്ട് വിളിക്കൂലേ. നിങ്ങൾക്ക് സഞ്ജു സാംസനെയോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സഞ്ജുവിനെ അറിയെങ്കിലോ അങ്ങനെ ചിന്തിച്ചു നോക്കുക, ചിലപ്പോൾ കിട്ടിയാലോ. അപ്പൊ മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ IFFKയില് നമ്മള് സുവർണ ചകോരം പഠിച്ചു, രജത ചകോരം പഠിച്ചു അല്ലെ, കൃത്യമായിട്ട് പഠിച്ചില്ലേ, രണ്ടും പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് മലയാളത്തിലുള്ള നെറ്റ് പാക്കിന്റെ ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സഞ്ജു സുരേന്ദ്രന്റെ കിത് കി ഗാവ്, ഞാൻ പറഞ്ഞ കോഡാണ് ആദ്യം പറഞ്ഞത്, സിനിമയുടെ പേര് പറഞ്ഞത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ, ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ മലയാളം പേര് അല്ലെങ്കിൽ മലയാളത്തിൽ അത് പറയുക ഗിത് കി ഗാവ്. ഗിത് കി ഗാവ് നോട്ട് ചെയ്ത് വെച്ചേ. ഗിത് കി ഗാവ് എന്ന സിനിമ സഞ്ജു സുരേന്ദ്രൻ, ഇത് ഒരുപാട് ഇന്റർനാഷണൽ മറ്റ് ഫിലിം ഫെസ്റ്റിവലിലേക്കൊക്കെ പോയിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഗിത് കി ഗാവ് അഥവാ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ സഞ്ജു സുരേന്ദ്രൻ, ഗിത് കി ഗാവ്, ഗിത് കി ഗാവ്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേര് എന്ന് പറയുന്ന സിനിമ, തന്തപ്പേര്. ഈ സിനിമ, ഈ ഒരു ഉണ്ണികൃഷ്ണൻ ആവളയുടെ സിനിമ തന്തപ്പേര്, ആ കേൾക്കുമ്പോൾ ഒരു വൈബ് വരണം. തന്തപ്പേര് എന്ന് കേൾക്കുമ്പോൾ തണ്ടപ്പേരുണ്ട്, നമ്മള് ആധാരം കേൾക്കുമ്പോൾ തണ്ടപ്പേര് എന്ന് പറയാറില്ലേ. അപ്പൊ അത്തരത്തിൽ തണ്ടപ്പേർ അല്ലെങ്കിൽ തണ്ടപ്പേർ അല്ലെങ്കിൽ തന്തപ്പേര് നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ കേട്ടോ. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ എന്താണ് എഴുതുക എന്നൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ലൈഫ് ഓഫ് എ ഫാലസ്, ലൈഫ് ഓഫ് എ ഫാലസ് അഥവാ തന്തപ്പേര് എന്ന സിനിമ, ഇതായിരുന്നു ഈ ഒരു ഫെസ്റ്റിവലിലെ ഏറ്റവും ജനപ്രിയമായ സിനിമ. അതുകൂടി പഠിച്ചു വെക്കുക. അപ്പൊ മികച്ച മലയാള സിനിമ അല്ലെങ്കിൽ മികച്ച മലയാള സിനിമ എന്ന കാറ്റഗറിയിൽ 2 എണ്ണം ഉണ്ട്. അതിനകത്ത് സഞ്ജു സുരേന്ദ്രൻ സിനിമയും ഉണ്ണികൃഷ്ണൻ ആവളയുടെ സിനിമയുണ്ട്. കൂടാതെ ഇതേ ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേർ അതായത് തണ്ടപ്പേർ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണെന്ത് മികച്ച ജനപ്രിയ ചിത്രം. ഓക്കെ, മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി നോക്കൂ, രജത ചകോരം നമ്മൾ പറഞ്ഞു സംവിധായകർക്കാണ് കിട്ടുക. സുവർണ ചകോരം സിനിമയ്ക്കാണെങ്കിൽ രജത ചകോരം സംവിധായകർക്ക്. ഏറ്റവും മികച്ച സംവിധായകരായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത 2 പേരായിരുന്നു അർജന്റീനൻ സംവിധായകന്മാർ അല്ലെ. നിങ്ങൾ പഠിച്ചു ലൂസിയയും അതുപോലെ തന്നെ കരീനയും. കരിഞ്ഞു ലൂസ് അല്ലെ, കരീന ലൂസിയ, അത് കിട്ടിയല്ലോ. അപ്പൊ അത് കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? പുതിയ സംവിധായകർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നവാഗത സംവിധായകർക്ക് രജത ചകോരം നവാഗത സംവിധായകർക്ക് കിട്ടിയത് 2 പേർക്കാണ്. ഒന്ന് തനുശ്രീ ദാസ് എന്ന് പറയുന്ന വ്യക്തിക്കും മറ്റൊന്ന് സൗമ്യാനന്ദ സാഹി എന്ന് പറയുന്ന സംവിധായകനും. ഓക്കെ, ഒരു ബംഗാളി സിനിമയാണ് ഇവർ സംവിധാനം ചെയ്തത്. 2 വ്യക്തികളാണ്, തനുശ്രീ ദാസ് എന്ന് പറയുന്ന പെൺകുട്ടിയും സൗമ്യാനന്ദ സാഹി ഒരു ആൺകുട്ടി കേട്ടോ. ഓക്കെ, ഒരു സംവിധായകനാണ്.
അപ്പൊ ഈ രണ്ടു പേർക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. തനുശ്രീ ദാസും സൗമ്യാനന്ദ സാഹിയും. രജത ചകോരം കിട്ടിയ നവാഗത സംവിധായകർ തനുശ്രീ, സൗമ്യാനന്ദ സാഹി. ഇവരുടെ സിനിമ ഇവിടെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷാഡോ ബോക്സ് ഒന്ന് പഠിച്ചേ. ഷാഡോ ബോക്സ് കോഡൊക്കെ വേണമെങ്കിൽ ആക്കാം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ സൗമ്യ, തനുശ്രീ, സൗമ്യാനന്ദ സാഹി, ഷാഡോ ബോക്സ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു 3 കാറ്റഗറി ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, നമ്മളിപ്പോൾ മികച്ച ചിത്രം മലയാളം പറഞ്ഞു, അത് ചോദിക്കാറുണ്ട്. സ്പിരിറ്റ് ഓഫ് സിനിമ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അവാർഡാണ്, ചോദിക്കാം. അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ആർക്ക് കിട്ടി? സ്പിരിറ്റ് ഓഫ് സിനിമ. സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ കൊല്ലാൻ വേണ്ടി ഒരു 5 സ്പിരിറ്റ് കഴിച്ചാൽ മതി. ഒരാളെ കൊല്ലണമെങ്കിൽ ഒരു 5 ഗ്ലാസ് സ്പിരിറ്റ് കഴിച്ചാൽ മതി അടയ്ക്കാം. അപ്പൊ നിങ്ങൾ IFFKയിലെ സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പം കൊല്ലാൻ വേണ്ടി 5 ഗ്ലാസ് കേട്ടോ. ഇപ്പൊ ഏതൊരു മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ആളാണെങ്കിലും അദ്ദേഹത്തിന് 5 കൊടുത്താൽ മതി. അപ്പൊ കൊല്ലുക അല്ലെങ്കിൽ കെല്ലി 5 മാർഷൽ. മാഡത്തിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരൊരു കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ്. ഇപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കിട്ടിയത് കെല്ലി 5 മാർഷൽ ആണ്. അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടുന്നത് നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രജത ചകോരം നവാഗതർക്ക് പഠിച്ചു, സ്പിരിറ്റ് ഓഫ് സിനിമ പഠിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടുന്നത് അബ്ദുറഹ്മാൻ സിസാക്കോ. ഇദ്ദേഹം ആഫ്രിക്കൻ സംവിധായകനാണ്. അബ്ദുറഹ്മാൻ സിസാക്കോ ആഫ്രിക്കൻ സംവിധായകന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചെയ്ത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് സമ്മാനിക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ട്, ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ IFFK പ്രധാനപ്പെട്ട ചില അവാർഡുകൾ, അവിടെ 82 രാജ്യങ്ങളിലെ 206 സിനിമകൾ വന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഉദ്ഘാടന സമയത്ത് മുഖ്യ അതിഥിയായിട്ടൊരു പ്രശസ്തനായ സംവിധായകൻ പങ്കെടുത്തിരുന്നു. അതൊരു പക്ഷെ ചോദിക്കാം, കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേര് പാബ്ലോ ലാറോ എന്നാണ്. ഇവിടെ പാബ്ലോ എന്ന് പറഞ്ഞാൽ പാബ്ലോ നെരൂദ എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ? അപ്പൊ പാബ്ലോ ലാറോ. ഇപ്പൊ ചിലി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാബ്ലോ ആ പേര് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും, കാരണം നമ്മൾ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ. അപ്പൊ പാബ്ലോ നെരൂദോ അല്ല, ഇതാരാണ്? ലാറോ. കുറച്ച് ചില്ലറ പൈസയുമായിട്ട് ഈ IFFKയിൽ വരുന്ന എല്ലാവർക്കും ചില്ലറ കൊടുക്കാൻ വേണ്ടി ചില്ലറ കൊടുക്കാൻ വേണ്ടി ലോറിയിൽ വന്നു. മുഖ്യാതിഥി ചില്ലറയുമായി ലോറിയിൽ വന്നു. ഇന്ന് ഇമാജിൻ ചെയ്തേ, IFFKയിലേക്ക് മുഖ്യാതിഥി ചില്ലറ പൈസയുമായി ലോറിയിൽ വന്നു. സെറ്റ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ അധികം വായിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലൂടെ എല്ലാം PDF നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് അറിയുമോ കൂട്ടുകാരെ? ടെലഗ്രാം ചാനലിൽ കിട്ടും. നോക്കൂ, വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് VBG റാംജി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ ബില്ല്. 2025 ഡിസംബർ മാസം എന്ന് വെച്ചാൽ ശീതകാല സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ആകമാനം ഏറെ ചർച്ച ചെയ്ത ഒരു ഇഷ്യൂ ആയിരുന്നു. ഇന്ത്യൻ പാർലമെന്റിലെ 2005 എന്ന് പറയുന്ന ഒരു കാലഘട്ടം നോക്കണേ. 2005 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി വന്ന വർഷമായിരുന്നു 2005. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് അല്ലെ, പാവപ്പെട്ട ഗ്രാമീണ മേഖലയിലെ പ്രത്യേകിച്ച് അവിടുത്തെ ഓരോ വീട്ടിലെ ആളുകൾക്കും ഒരു തൊഴിൽ നൽകുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി. നമുക്കതിന്റെ ചരിത്രം മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 20 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ത്യൻ പാർലമെന്റ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ ഒരു നിയമത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ ബില്ല് ഇന്ത്യയുടെ ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രപതി അത് പാസാക്കി. അതാണ് VBG റാംജി എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു പദ്ധതിയായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും പഠിച്ചേ. ആദ്യം തന്നെ VBG റാംജി അതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് എന്താണെന്ന് പഠിക്കണം. ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ പറയാം പിള്ളേരെ, വികസിത് ഭാരത് അറിയാത്തവർ ഇപ്പം പഠിക്കാം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. വികസിത ഭാരത് അല്ലെ, ജി ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ, കണ്ടോ? റോസ്ഗാർ ആൻഡ് അജീവിക എം ഫോർ മിഷൻ. നോക്കൂ, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബ്രാക്കറ്റിൽ ഗ്രാമീൺ. VBG റാംജി റാവു സ്പീക്കിംഗ് എന്നൊക്കെ കേട്ട നമുക്ക് VBG റാംജി അങ്ങ് കേട്ട് റെഡി ആയിക്കോളും. പറഞ്ഞു നോക്കിക്കേ,
വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. 2005 നമ്മളിപ്പോ പറഞ്ഞ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് പൂർണ്ണമായിട്ടും നിലവിൽ റദ്ദാക്കി. അതിന് പകരമായിട്ടാണ് ഈ പുതിയ നിയമം വന്നത്. നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ് ഈ നിയമത്തിന്റെ ഏറ്റവും കാതലായ മാറ്റങ്ങൾ. നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടാവും തൊഴിലുറപ്പിന് 100 ദിവസം ജോലിയുണ്ട്, 100 ദിവസം ജോലിയുണ്ട് എന്ന് കേട്ടില്ലേ. അപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അമ്മമാരൊക്കെ പോകുന്ന തൊഴിലുറപ്പില്ലേ, അവിടെ 100 ദിവസമായിരുന്നു. ഒരു വർഷത്തില് അവർക്ക് തൊഴിൽ ദിനങ്ങൾ നിർബന്ധമായിട്ടും 100 തൊഴിൽ ദിനങ്ങൾ കിട്ടും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അത് തന്നെയാണ്, ഹൈലൈറ്റ് ഞാൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട്, 125 ദിവസമാക്കിയിട്ട് ഈ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഒരു മാർക്കാണേ, നന്നായിട്ട് പഠിക്കണേ ഓരോ പോയിന്റുകളും. ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ആക്കി ഉയർത്തി. പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അടുത്ത യെല്ലോ കളറിൽ ഞാൻ കൊടുത്തു, കൃഷി സീസണിലെ നിയന്ത്രണമാണ്. മുമ്പത്തെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട ചില സീസണുകളിൽ ചില മാറ്റങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഞാനത് വായിക്കാം, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ഇപ്പോ വിത്ത് വിതയ്ക്കൽ ഒരു സമയം, അല്ലെങ്കിൽ കൊയ്ത്തിന്റെ സമയം തുടങ്ങിയ തിരക്കുള്ള കാർഷിക സീസണുകളിൽ കാർഷിക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കാൻ വർഷത്തിൽ പരമാവധി 60 ദിവസത്തെ, പരമാവധിയാണ് 60 ദിവസം, ഒരു 30, 40, 50, 60 ഒക്കെ ദിവസങ്ങള് നോ വർക്ക് പീരീഡ്, ജോലി ഇല്ലാത്ത കാലയളവ് ഈ ഒരു ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ഉപകാരമുള്ളൊരു തീരുമാനമാണ്. നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഓരോരോ സീസണിൽ മാത്രം ജോലി, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് നെൽപ്പാടങ്ങളിൽ കൃഷി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ല, ഇന്നൊരു സമയത്ത് അവർക്കത് നിർബന്ധമായിട്ടും ആ ജോലി ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ നമ്മുടെ ഈ ഒരു പീരീഡ് തന്നെ നമ്മുടെ ഈ ഒരു തൊഴിലുറപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലാണ് തൊഴിലുറപ്പിന്റെ ജോലിയെങ്കിൽ അത് ബാധിക്കുമല്ലോ. അതുകൊണ്ട് നല്ലൊരു തീരുമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചു, 100 തൊഴിൽ ദിനങ്ങൾ എന്താക്കുന്നു, 125 തൊഴിൽ ദിനങ്ങളാക്കി മാറ്റുന്നു. അതുപോലെ കൃഷി സീസണിലെ പ്രത്യേക ചില നിയന്ത്രണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള മാറ്റങ്ങൾ അതൊക്കെ ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നതാണ്. ഇന്ന് കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കൃഷി സീസണിലെ നിയന്ത്രണം അങ്ങനെ പഠിച്ചു വെക്കുക. തൊഴിൽ ദിനങ്ങൾ 125 ദിവസമാക്കി അങ്ങനെ പഠിച്ചു വെക്കുക. അതായത് ഏകദേശം പരമാവധി ഒരു 60 ദിവസമൊക്കെ നോ വർക്ക് പീരീഡ് എന്ന രൂപത്തിലേക്ക് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാർഷിക സീസണുകളിൽ കാർഷിക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തൊഴിലുറപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ നോ വർക്ക് പീരീഡ് കൂടി ഇതിനകത്ത് വരുന്നു. നോക്കൂ, ഇവിടെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ PDF കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു വളരെ കുഞ്ഞു ക്ലാസ് ആണ്, ഇത്തിരി നേരം കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിക്കാം. പക്ഷെ അധികം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി PDF ഈ കാണുന്ന സ്ക്രീനിലുള്ള കാര്യങ്ങൾ നോക്കൂ. നമ്മൾ ഇത് കൂടാതെ കുറച്ചധികം കാര്യങ്ങൾ പ്രധാനപ്പെട്ട PDF-നകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് PDF കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് കമന്റിൽ ടെലഗ്രാം ചാനൽ ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അവിടെ PDF കിട്ടും. ഇത് മാത്രമല്ല 150 PDF. നിങ്ങൾ ഏതൊരു പെയ്ഡ് കോഴ്സ് ചേർന്ന് പഠിക്കുന്നത് പോലെ തന്നെ പെയ്ഡ് കോഴ്സ് അല്ല എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് കുറയ്ക്കരുത്. മാക്സിമം എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾക്ക് വ്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് ബാച്ചിൽ എങ്ങനെയൊക്കെയാണോ സാറുമാർ ക്ലാസ് തരുന്നത് അതുപോലെ ക്ലാസ് കിട്ടുന്നുണ്ട്. ആണോ? നിങ്ങളുടെ അഭിപ്രായം പറ. അപ്പൊ ഇവിടെ ഒരു തൊഴിലുറപ്പ് നിയമത്തിന്റെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞത് ഈ തൊഴിലുറപ്പ് നിയമത്തെ കുറിച്ചല്ല, ക്ലാസിനെ കുറിച്ചാണ്. തൊഴിലുറപ്പ് നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ മാറ്റം പദ്ധതി വിഹിതമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ. 3ാമത്തെ ഒരു കാര്യം പദ്ധതി വിഹിതമാണ്. മക്കളെ, ഇത്രയും കാലം ഇതൊരു കേന്ദ്ര പദ്ധതി എന്ന രീതിയിലാണ് നമ്മൾ സംസാരിച്ചല്ലേ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്നൊരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട്, കാരണം 100% കേന്ദ്രമായിരുന്നു തൊഴിലുറപ്പിന് ഫണ്ട് നൽകിയിരുന്നത്. ചെറിയ രൂപത്തില് മറ്റ് സാമഗ്രികൾ വാങ്ങാനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കൊക്കെ സംസ്ഥാനം ഫണ്ട് ചെലവാക്കിയിരുന്നു. എന്നാൽ ആ കൊടുക്കുന്ന പൈസ 100% കേന്ദ്രത്തിന്റെ ആയിരുന്നു. ഇവിടെ നോക്കൂ, മാറ്റം വരികയാണ്. 60% ഇനി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ടാവുക. ബാക്കി 40% അതത് സംസ്ഥാനങ്ങളും നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും എടുത്തോളാം. എന്ന് വെച്ചാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ നമുക്ക് ഒഴിവാക്കാം, ഇത് കേന്ദ്രത്തിന്റെ ആണല്ലോ. നിയമസഭകൾ സ്വന്തമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരും പുതുച്ചേരിയും അങ്ങനെയുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ 2 എണ്ണമാണ് നമുക്ക് പ്രധാനമായിട്ടും, കശ്മീരും പുതുച്ചേരിയുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അവിടെ കശ്മീർ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. കാരണം കശ്മീർ ഹിമാലയൻ സംസ്ഥാനമാണ്. അപ്പൊ ഹിമാലയൻ സംസ്ഥാനങ്ങളെ ഈ ഒരു പദ്ധതിയിൽ അവർക്ക് ചെറിയൊരു ഇളവ് നൽകുന്നുണ്ട് സംസ്ഥാനങ്ങൾക്ക്. മനസ്സിലായോ? അത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾ. കേന്ദ്ര സർക്കാർ 60%, ഇന്ത്യയിലെ മറ്റ് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും 40%ആണ് അതിൻ്റെ ഒരു പദ്ധതി വിഹിതം. പുതുച്ചേരിക്ക് 40%ആണെന്ന് എടുത്തു ഞാൻ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 90%
എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഹിമാലയൻ സംസ്ഥാനങ്ങളും ഉണ്ട്. ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ജമ്മു കാശ്മീർ, അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്, എന്നാലും അതൊരു ഹിമാലയൻ മേഖലയാണല്ലോ. അപ്പൊ ഹിമാലയൻ മേഖലയിലും വടക്ക് കിഴക്കൻ സ്റ്റേറ്റിലും ഉള്ള സംസ്ഥാനങ്ങൾക്ക് ഈ 40-60 അല്ല. ഉത്തരാഖണ്ഡ് എടുക്കാം നമുക്ക് ഉദാഹരണത്തിന്, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് എടുക്കാം. അവിടെ ഈ പറയുന്ന 60% കേന്ദ്രവും 40% അരുണാചൽ പ്രദേശവും അല്ല. മനസ്സിലായോ? അവിടെ 90-10 മനസ്സിലാക്കി പഠിക്കുക. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റും എടുക്കുമ്പോൾ അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഹിമാലയൻ സ്റ്റേറ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും 60-40 കണക്കാണല്ലോ. ഇപ്പൊ പുതുച്ചേരി ഹിമാലയൻ സ്റ്റേറ്റ് അല്ലല്ലോ, അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്, അവിടെ നിയമസഭയുണ്ട്, അത് ഹിമാലയം അല്ല, അതുകൊണ്ട് അവിടെ 40. എന്നാൽ ജമ്മു കാശ്മീർ ഹിമാലയൻ സംസ്ഥാനമായതുകൊണ്ട് അവിടെ 10% മതി. ഇത് രണ്ടും ഞാൻ യെല്ലോ കളറിൽ കൊടുത്തതിന്റെ പൊരുൾ മനസ്സിലായോ? ക്ലിയർ ആയി. അപ്പൊ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന വടക്കേക്കൻ സംസ്ഥാനങ്ങൾക്ക് 90-10 അതിന്റെ ഒരു കണക്ക്. പിന്നെ നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇപ്പൊ ലക്ഷദ്വീപ് ആയിക്കോട്ടെ, ആൻഡമാൻ നിക്കോബാർ, അവിടെയൊക്കെ 100% കേന്ദ്ര സർക്കാരാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫണ്ട് ഷെയറിംഗ് പാറ്റേൺ ആണ്. സെൻട്രൽ സ്റ്റേറ്റ് 60-40, നമ്മുടെ ഹിമാലയൻ സ്റ്റേറ്റ് കേട്ടോ, ഈ നോർത്ത് ഈസ്റ്റ് ഹിമാലയൻ സ്റ്റേറ്റുകൾക്ക് 90%, 10%. അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതുച്ചേരിയിൽ എന്താണ് 100-60-40 കറക്റ്റ്. ഇനി നമുക്ക് ആ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ അത് കറക്റ്റ് നോക്കിയിട്ട് പഠിച്ചോളുക. ഇതിന്റെ PDF കാണുമല്ലോ, അത് നോക്കുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ പോയിന്റ് നോക്കൂ, വേതനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പൊ 125 തൊഴിൽ ദിനങ്ങൾ കൂട്ടി നമ്മൾ പറഞ്ഞു. കാലാവസ്ഥക്കനുസരിച്ച് ഈ പറയുന്ന കാർഷിക കാലാവസ്ഥകൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫണ്ടിങ് എങ്ങനെയാണെന്ന് പഠിച്ചു നമ്മൾ. ഇനി ഈ ഒരു തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജോലി പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് 15 ദിവസത്തിനുള്ളിൽ ഇവരുടെ വേതനം നൽകണം. ഇവർ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കരുത്. ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാർക്ക് കറക്റ്റ് കിട്ടാറില്ല ശമ്പളം, അതുപോലെ തന്നെ ഇവരെയും പരിഗണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് 15 ദിവസത്തിനുള്ളിൽ ശമ്പളം വേതനം കിട്ടുന്നില്ല എങ്കിൽ തൊഴിൽ രഹിത വേതനത്തിന് ഇവർ അർഹതയുണ്ട് എന്ന് കൂടി ഈ ഒരു ബില്ലിൽ പറയുന്നുണ്ട്. നല്ലൊരു കാര്യമല്ലേ? ഇപ്പൊ 15 ദിവസം. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ്. നമ്മൾ 100 ദിവസങ്ങൾ 125 ആക്കി എന്ന് പറയുന്ന പോലെ തന്നെ പഠിക്കുക. നമ്മുടെ ഈ പുതിയ VBG റാംജി എന്ന് പറയുന്ന ബില്ലിൽ 4 മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ഒന്ന് ജലസുരക്ഷ, ബൈഹാർട്ട് പഠിക്കുക കേട്ടോ. ഒന്ന് ജലം, മറ്റൊന്ന് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റൊന്ന് ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റൊന്ന് ദുരന്ത പ്രതിരോധം. ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ഉപജീവന അടിസ്ഥാന സൗകര്യം, ദുരന്ത പ്രതിരോധം. 3 മനസ്സിലാക്കി, 4 അല്ലെ, മനസ്സിലാക്കി പഠിക്കുക. ജലസുരക്ഷ, ദുരന്തം, ഗ്രാമീണാടിസ്ഥാനം, ഉപജീവനാടിസ്ഥാനം. നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല അവിടുത്തെ ഒരു അവസ്ഥ ആലോചിച്ചാൽ മതി. ജലം ഒരു ദുരന്തമായിരുന്നു, പിന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരു ടൗൺഷിപ്പ് വരുന്നു, അവർക്കൊരു ജോലിയും കാര്യങ്ങളും, ഉപജീവനം എന്നൊക്കെ വേണേൽ ആലോചിക്കുക. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ 4 മേഖലകൾ കിട്ടും. ജലസുരക്ഷ, ദുരന്ത പ്രതിരോധം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ മേഖലകളിലാണ് ഇനി ഇവർക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് മുൻഗണന. ഈ 4 മേഖലകളിലായിരിക്കണം പ്രധാനമായിട്ട് മൂന്നിക്കൊണ്ടാണ് ഇവർക്കുള്ള ജോലിയും കാര്യങ്ങളും ഉണ്ടാകും. ഒന്ന് ദുരന്ത പ്രതിരോധം, ഒന്ന് ജലസുരക്ഷ, ഒന്ന് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഒന്ന് ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഈ ഒരു ബില്ല് നമ്മുടെ ഇന്ത്യയിലെ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആദ്യമായിട്ട് 2025 ഡിസംബർ 16 ഡേറ്റ് പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 16, 2025 ഡിസംബർ 16 അവതരിപ്പിച്ചത് നമ്മുടെ കേന്ദ്ര കൃഷി ഗ്രാമ വികസന മന്ത്രിയായിട്ടുള്ള സാറിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ നിങ്ങൾക്ക് ശിവരാജ് സിംഗ് ചൗഹാനാണ്. നോക്കൂ, ശിവരാജ് സിംഗ് ചൗഹാൻ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോഴത്തെ കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനാണ് 2025 ഡിസംബർ 16 VBG റാംജി ബിൽ ലോകസഭയിൽ വെക്കുന്നത്. 16 ഡിസംബർ, 2 ദിവസങ്ങൾക്ക് ശേഷം. ചർച്ചയും വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അപ്പൊ ഡിസംബർ 18 ലോകസഭ ഇത് പാസ്സാക്കുന്നു. ഡിസംബർ 18 അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചയായിരുന്നു രാജ്യസഭയില്. ഇപ്പൊ പല PDF-ലും അല്ലെങ്കിൽ നിങ്ങൾ പല ഗൂഗിളിൽ നോക്കുമ്പോൾ ഡിസംബർ 18 കാണാൻ പറ്റും എന്ത് രാജ്യസഭ പാസ്സാക്കിയത്. ഈ ഡിസംബർ 18 ലോകസഭ പാസ്സാക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അതേ ദിവസം തന്നെ രാജ്യസഭയിൽ ചർച്ച നടക്കുന്നു. പക്ഷെ അർദ്ധരാത്രിയോടുകൂടി ആ ചർച്ചയ്ക്ക് വോട്ടിൽ വെച്ചുകൊണ്ട്
ഡിസംബർ 19 രാത്രിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ പാസ്സാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡിസംബർ 19 രാജ്യസഭ എന്ന് പറയുന്നത് കേട്ടോ. അർദ്ധരാത്രിയായിരുന്നു അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നത്. 12 മണിക്ക് ശേഷമായതുകൊണ്ട് നമുക്ക് ഡിസംബർ 19 എന്ന് പറയാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകസഭ ഡിസംബർ 18 പാസ്സാക്കുന്നു, അവതരിപ്പിച്ചത് 16 രാജ്യസഭ പിറ്റേന്ന് വേണമെങ്കിൽ പറയാം 19. ഇനി 19 ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നിങ്ങൾ 18 എഴുതിക്കോട്ടോ. രാജ്യസഭ ചിലപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാം, PSC അല്ലേ ആള്. അതിനുശേഷം ഡിസംബർ 21 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഈ പുതിയ നിയമത്തിൽ പഠിക്കണം. ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരാം. ബയോമെട്രിക് ഹാജർ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മക്കളെ? 20 കൊല്ലം മുമ്പുള്ള സംവിധാനം അല്ലല്ലോ ഇന്ന് രാജ്യത്തുള്ളത് അല്ലേ? ഒരു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പഞ്ച് ചെയ്യാറില്ലേ? അപ്പൊ അത്തരത്തിൽ ഇവർക്ക് കുറച്ചുകൂടിയും ഡിജിറ്റൽ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലേക്ക് വരികയാണ്. ബയോമെട്രിക് സംവിധാനം, ജിയോ ടാഗിങ് അല്ലേ, കൃത്യമായിട്ട് ഇവരുടെ ജോലിയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരോ ഭൂപ്രദേശത്തിന്റെ കാര്യങ്ങളൊക്കെ ഇനി പക്കായിട്ട് ഡിജിറ്റൽ വൽക്കരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ജിയോ ടാഗിങ്ങും ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വരികയാണ്. ഇതിന്റെ ഒരു ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രാമീണ മേഖലയിലെ സുസ്ഥിരമായ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകും. കുറച്ചുകൂടിയും ഈ ഒരു പദ്ധതി ഒന്ന് റെഡിയാക്കാൻ എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. നിയന്ത്രിക്കാൻ നിലവിൽ വരുന്ന ഒരു പുതിയ സംവിധാനമുണ്ട്. നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സംവിധാനം. നമുക്കറിയാം പഞ്ചായത്തുകളൊക്കെ ആയിരുന്നു ഇതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ അല്ലെ. സെൻട്രൽ ഗ്രാമീൺ റോസ്ഗർ ഗ്യാരണ്ടി കൗൺസിൽ എന്നൊരു പുതിയ ബോഡി വരുന്നുണ്ട്. നോക്കൂ, VBG റാംജി ബില്ലിൽ പുതുതായി വന്ന ഒരു സംവിധാനം എന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗ്രാമീൺ റോസ്ഗർ ഗ്യാരണ്ടി കൗൺസിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി വ്യക്തവും ക്ലിയർ ആയിട്ട് ഞാൻ PDF-നകത്ത് കുറച്ചുകൂടി വായിക്കാൻ അധികം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട മേഖലകളും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രസകരമായി ഇപ്പൊ ബയോമെട്രിക് പോലുള്ള AI സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറച്ചുകൂടി സുതാര്യത ഈ മേഖലയിൽ വരുന്നു. അതൊക്കെയാണ് ഈ പുതിയ തൊഴിലുറപ്പിന്റെ മാറ്റങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ മാറ്റങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു നിയമം ഇന്ത്യയിൽ എന്നായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തത്? അത് എവിടെയായിരുന്നു? ഈ 2 കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ, ഇത്ര നേരം ക്ലാസ് കണ്ടത് ബോറടിച്ചില്ല, ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കേരളത്തിൽ നിന്ന് ആനിമേഷൻ സിനിമകളും ഗെയിമുകളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടൻ നിവിൻ പോളി ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പ് ഏതാണ്? കേരളത്തിൽ നിന്നും ആനിമേഷൻ സിനിമകളും ഗെയിമുകളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ നിവിൻ പോളി ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പാണ് ക്രേവ്. ക്രേവ് കേട്ടോ, CRAV, ക്രേവ് എന്ന് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ക്രേസ് ഉള്ള ആളാണ്. ഒരു ക്രേവ് നിലവാരമുള്ള ആനിമേഷൻ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ക്രേവ് നിവിൻ പോളി സംരംഭകന്റെ റോളിലേക്ക് ചുവട് വെക്കുന്ന ഒരു പത്രക്കട്ടിങ് കാണാം. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഏത് മലയാളി സൈനികന്റെ സ്മരണയ്ക്കായാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രതിമ സ്ഥാപിച്ചത്? ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 1ാം സ്വാതന്ത്ര്യ സമരം ഓർമ്മ വരും അല്ലെ. 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലായിരുന്നല്ലോ. എന്നായിരുന്നു 1857 ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ട ഡേറ്റ് ഓർമ്മയുണ്ടോ? ഹിസ്റ്ററി പഠിച്ചവർക്ക് ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ ഹിസ്റ്ററി 57 കലാപം 2 ക്ലാസ് നമ്മുടെ സ്ട്രൈക്കർ PSC എന്ന ചാനൽ കൃത്യമായിട്ട് എടുത്തിട്ട് അടിപൊളി ക്ലാസ്, അതൊക്കെ പോയി കാണുക കേട്ടോ. 2 ക്ലാസ്സുകളാണ്. അപ്പൊ അത് കണ്ടവർ കമന്റ് ചെയ്യും. നോക്കൂ, VK പ്രേമചന്ദ്രൻ എന്ന വ്യക്തി, VK പ്രേമചന്ദ്രൻ, ഇനീഷ്യൽ ശ്രദ്ധിക്കണേ, VK പ്രേമചന്ദ്രൻ. ഇദ്ദേഹം ഒരു സൈനികനായിരുന്നു. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഈ ഒരു മലയാളി സൈനികന്റെ സ്മരണയ്ക്ക് ഉത്തർപ്രദേശിലും മീററ്റിൽ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. VK പ്രേമചന്ദ്രൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദി ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ മുൻ കേരള ഗവർണറും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിരുന്ന വ്യക്തിയാണ് P സദാശിവം. ദി ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം കിട്ടിയത് P സദാശിവം. ദി ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം കിട്ടിയത് P സദാശിവം. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ അവാർഡ്, ഇത് നിങ്ങൾ ഓൾറെഡി പഠിക്കേണ്ട ആവശ്യമില്ല. എത്യോപ്യ ആണെങ്കിലും മറ്റൊരുപാട് വിദേശ രാജ്യങ്ങൾ, നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിജി പോയ ഇത്തരം രാജ്യങ്ങളൊക്കെ, ഈ ഇസ്രായേലിൽ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ച് പാർലമെന്റിൽ കൊണ്ടുപോയി അവിടുത്തെ പരമോന്നത പുരസ്കാരമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തില് മോദിജിക്ക് ഈ ഇത്തരത്തില് ലോകരാഷ്ട്രങ്ങളുടെ പരമോന്നത പുരസ്കാരം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊരു ലോജിക്ക് പോലെ ചിന്തിച്ചു വെക്കുക. സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിജിക്കാണ് എത്യോപ്യയുടെ പരമോന്നത പുരസ്കാരം കിട്ടിയത്.
2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ പി പുഷ്പാങ്കദൻ. ആ പേര് തന്നെയില്ലേ, നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റില്ലേ? പുഷ്പാങ്കദൻ, സസ്യശാസ്ത്രജ്ഞൻ കിട്ടൂലേ? സസ്യം പുഷ്പാങ്കദൻ. BJP, ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പ്രസ്ഥാനമാണ്. BJPയുടെ ദേശീയ പ്രസിഡന്റ് ആരാണ്? നദ്ദാജി ആയിരുന്നു, JP നദ്ദയായിരുന്നു. അദ്ദേഹം മാറിയിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. നിതിൻ നബീൻ. പലരും ഒരുപക്ഷെ ഇദ്ദേഹത്തെ കണ്ട് പരിചയമായി വരുന്നേ ഉണ്ടാവും. എൻ്റെ പിറകിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാറിനെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മല്ലികാർജുന ഖാർഗെ, നിങ്ങൾക്ക് ഒരു വർഷം അറിയാം, AICC അല്ലെ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയാണ്. അങ്ങനെയാണെങ്കിൽ BJPയുടെ പ്രസിഡന്റ് നിതിൻ നബീനാണ്. ഇനി കേരളം ഇതുവരെ ഭരിക്കുന്ന പാർട്ടി എന്ന് വെച്ചാൽ 2026 ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ CPIM അഥവാ പിണറായി വിജയന്റെ പാർട്ടിയാണല്ലോ CPIM, കേരളം ഭരിക്കുന്ന പാർട്ടി. അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഈ അടുത്താണ് പുതുതായി ഒരാൾ വന്നത്. അതൊരു മലയാളിയാണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം MA ബേബിയാണ്. ഇപ്പൊ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്, കോൺഗ്രസിന്റേത് മല്ലികാർജുന ഖാർഗെയാണ്, രാഹുൽ ഗാന്ധി എഴുതരുതേ. BJPയുടേത് നിതിൻ നബീൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിതിൻ നബീൻ ഒരു താരതമ്യേന ഒരു യുവാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്, പഠിച്ചു വെച്ചേക്കുക. 2025 നടന്ന 8ാമത് ഇന്ത്യൻ നേവിയും മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സും ചേർന്ന് നടത്തുന്ന നേവൽ എക്സസൈസ് ഏകത. നോക്കൂ, ഏകത എന്ന് കേൾക്കുമ്പോൾ മാലിദ്വീപ് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽരാജ്യം മാലിദ്വീപ്. അപ്പൊ മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ഒരു നേവൽ എക്സസൈസ് ആണ് ഏകത 2025. ഇതിന്റെ വേദി എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപിലാണ് കേട്ടോ. 2025 ഡിസംബറിൽ സ്ക്വാഷ് ലോകകപ്പ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വാഷ് ലോകകപ്പ് പ്രധാനപ്പെട്ട ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. സ്ക്വാഷ് പഠിച്ചു വെച്ചേക്കുക. സ്ക്വാഷ് ലോകകപ്പ് 2025 നടന്നത് എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിൽ എക്സാക്ട് അത് ചെന്നൈയിലായിരുന്നു അതിന്റെ വേദി. 2025 സ്ക്വാഷ് ലോകകപ്പിന്റെ വേദി ചെന്നൈ. ആരാണ് ജയിച്ചത്? കപ്പടിച്ചു ചോദിച്ചാൽ ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയത് ഹോങ്കോങ് ആണ് റണ്ണറപ്പ് ആയത്. ഇന്ത്യ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുന്നു. സ്ക്വാഷ് ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടുന്നു, വേദി ചെന്നൈ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇത്തരം ചോദ്യങ്ങൾ റീസെന്റ് PS ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസറുടെ പേര് ലഫ്റ്റനന്റ് സായ് ജാദവ്. സായ് ബാബ എന്നല്ലോ, സായ് ജാദവ്. മാഡത്തിന്റെ ഫോട്ടോയൊക്കെ ചെറുതായിട്ട് കാണാം നിങ്ങൾക്ക്. സായ് ജാദവ് മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ഓഫീസർ. 2025 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഇത് മുമ്പെയുള്ള ഒരു ടെക്സ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. 2025 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ MH-60R, അത് അതിലൊരു പേരാണ്, MH-60R എന്ന് നിങ്ങൾ അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ ആണ്. അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ, എന്താണ് ആ സ്ക്വാഡ്രൺ എന്നുള്ള ഫോട്ടോ ഞാൻ പത്രക്കട്ടയിൽ കാണിച്ചു തരാം. ഇതിന്റെ ഒരു പേര് ചോദിച്ചാൽ INS അല്ല, INAS 335 ഓസ്പ്രസ് എന്ന് വേണമെങ്കിൽ അതിനെ മറ്റൊരു പേരുണ്ട്, ഓസ്പ്രസ്. INAS 335 എന്നും പറയും, ഓസ്പ്രസ് എന്നും പറയും. ഓസ്പ്രസ്. ചോദ്യം വായിക്കാം. 2025 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ MH-60R ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INAS 335. അത് എവിടെയായിരുന്നു അത് വന്നത് എന്നൊക്കെയുണ്ട്. ഇവിടെ അതിന്റെ പത്രക്കട്ടിക നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, MH-60R ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രണായ ഓസ്പ്രസ്, അതിന്റെ ഒരു ടീംസ് നിൽക്കുന്നതും ഹെലികോപ്റ്ററിന്റെ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് INS ഹൻസിയിൽ കമ്മീഷൻ ചെയ്തു. ഗോവയിലാണ് ഈ സംഗതി ഉള്ളത്. ഇതൊക്കെ ഒരു പത്രക്കട്ടിങ് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് PDF വായിച്ചു നോക്കുക. PDF എവിടെ കിട്ടും? ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഇട്ടും. വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഉയരെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പോയിന്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഉയരെ നോക്കൂ, വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി വരുമാനദായക തൊഴിൽ മേഖലകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഉയരെ. നോക്കൂ, 2026 ജനുവരി മുതൽ മാർച്ച് വരെ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു ക്യാമ്പയിന് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമഗ്ര വികസനത്തിനും മുൻഗണന നൽകുന്നു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള
തേജോമയ ഹോമിലെ അതിജീവികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നൽകിയ ബ്രാൻഡിന്റെ പേര് ചോദിച്ചാൽ അതും ഉയരെയാണ്. 2 എണ്ണമാണ് റീസെന്റ് നമുക്ക് പഠിക്കാനുള്ള ഉയരെ. ഇതേ പേരിൽ പല പദ്ധതികളും മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഉയരെ എന്നത് ഒന്ന് വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം, വരുമാന തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉയരെ. കുടുംബശ്രീക്കാരുടെ പുതിയ തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഉയരെ, ഉയർത്തിക്കൊണ്ടുവരിക ഉയരെ. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് തേജോമയ ഹോം. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ഒരു ഹോമാണ് തേജോമയ ഹോം. അവിടുത്തെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നൽകിയ ബ്രാൻഡാണ് ഏത്? ഉയരെ. ഇപ്പൊ 2 കാര്യം മനസ്സിലായല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. കുടുംബശ്രീക്കാരുടെ തൊഴിൽ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഉയരെ പ്രോജക്റ്റ്, അതുപോലെ തന്നെ വനിതാ വികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റ് അല്ലെ, അത് നൽകിയ, അതിന് ആ പ്രോഡക്റ്റ് നൽകിയ ഒരു പേരാണ് ഉയരെ, ആ ബ്രാൻഡ് കേട്ടോ. ഉയരെ എന്നൊരു ബ്രാൻഡ് പത്രക്കട്ടിങ് ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ആ ന്യൂസ് കാണാം കേട്ടോ. ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോള് ഏറ്റവും അടിത്തട്ടില് ശക്തിപ്പെടുത്തുന്നതിനായി പ്രൊജക്ട് മഹാദേവ. മക്കളെ, പ്രൊജക്ട് മഹാദേവ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ ആണെന്ന് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രൊജക്ട് മഹാദേവ ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ചോദിച്ചാൽ പറയുക മഹാരാഷ്ട്രയാണ്. കണ്ടോ അവരുടെ പ്രോഡക്റ്റ്. അപ്പൊ ഉയരെ എന്നൊരു ബ്രാൻഡ്, തേജോമയ ഹോമിലെ അതിജീവിതകൾ ഉണ്ടാക്കിയ ആ ഒരു ബ്രാൻഡ് നമ്മുടെ വനിതാ ശിശു വികസന മന്ത്രിയായിരുന്ന വീണ ജോർജ് മാഡം ഇത് എന്ത് ചെയ്യുന്നു, അവർക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു പിക്ചർ പത്രക്കട്ടിങ് കൂടെ കാണാം. കണ്ട നിങ്ങൾ. അപ്പൊ തേജോമയ ഹോമിലെ അതിജീവിതകൾ ഉയരെ ഓക്കെ ആണല്ലോ. കുടുംബശ്രീയുടെ ക്യാമ്പയിൻ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ ഈ തൊഴിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ഉയരെ ക്യാമ്പയിൻ 2026 മുതലാണ്. ഇവിടെ ആ ഒരു ക്യാമ്പയിനെ കുറിച്ച് പഞ്ച്, നമ്മുടെ ഈ അടുത്ത് വളരെ ഹിറ്റായ പഞ്ച് അല്ലെ, പഞ്ചിന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്, പഞ്ച് ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ലൈക്ക് അടിച്ചാൽ മതി. കാരണം നമ്മളൊക്കെ ഒരുപാട് എന്താ പറയാ മനസ്സിനെ വേദന തോന്നിച്ച ഒരു സീനായിരുന്നു അല്ലെ, ആ ഒരു കുട്ടി കുരങ്ങന്റെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒരു പരസ്യം പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുടുംബശ്രീയുടെ പ്രോജക്റ്റ് ഉയരെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ജനുവരി 1 മുതൽ മാർച്ച് വരെയുള്ള ഒരു ക്യാമ്പയിൻ ആണ് കേട്ടോ ഉയരെ. ആ ക്യാമ്പയിനെ കൂടെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്ത്? കുടുംബശ്രീ ഉയരെ നയി ചേതന 4.0 ജെൻഡർ ക്യാമ്പയിൻ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ രണ്ടും ഒരേ സാധനം തന്നെ കേട്ടോ. ഇന്ത്യയില് സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വദേശ് ദർശൻ 2.0. ഇന്ത്യയിലെ സ്ഥലങ്ങൾ, സ്വദേശത്തുള്ള സ്ഥലങ്ങൾ ദർശിക്കുക, സ്വദേശ് ദർശൻ 2.0. 2025 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആന്ധ്രാപ്രദേശിലെ പരമ്പരാഗത ഉൽപ്പന്നമാണ് പൊണ്ടൂരു ഖാദി. പൊണ്ടൂരു ഖാദി പഠിച്ചു വെച്ചേക്കുക. 2025 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആന്ധ്രാപ്രദേശിലെ പരമ്പരാഗത ഉൽപ്പന്നമാണ് പൊണ്ടൂരു ഖാദി. മക്കളെ, ക്ലാസ് കൃത്യമായിട്ട് ഇതുവരെയുള്ള 4 ക്ലാസ്സുകൾ കണ്ട് പഠിച്ച ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യും. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിലുള്ള ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് ഈ പറയുന്ന ഭൗമസൂചിക പദവി ലഭിച്ചിരുന്നു. ഏതായിരുന്നു ആ പ്രോഡക്റ്റ്? ഒന്ന് കമന്റ് ചെയ്തേ. വെസ്റ്റ് ബംഗാൾ നമ്മുടെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. അതിന്റെ പേര് അതെന്താണെന്ന് ഞാൻ പറയില്ല. ഭാരത് രണഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ ചോല, ഡോക്ല, 2 ചുരങ്ങൾ. രസമല്ല പഠിക്കാൻ? ചോല മറ്റേ തണല് ചോല, ആ ചോലയല്ല, ചോല ഡോക്ല ചുരങ്ങൾ. ചോല ഡോക്ല ഭാരത് രണഭൂമി ദർശൻ പദ്ധതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ പ്രധാനപ്പെട്ട അങ്ങനത്തെ സ്പോട്ടുകൾ, അത്തരം മേഖലകൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഭാരത് രണഭൂമി ദർശൻ. അതിന്റെ ഭാഗമായുള്ള ചുരങ്ങളാണ് ഡോക്ല ചുരവും ഈ പറയുന്ന ചോലായും കേട്ടോ. അതിന്റെ ഒരു പത്രക്കട്ടിങ് കൊടുത്തിട്ട് വായിച്ചു നോക്കുക. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 3 വിജയങ്ങളോടെ 1ാം സ്ഥാനത്തെത്തിയ ഇന്റർനാഷണൽ മാസ്റ്ററായ മലയാളി താരമാണ് ഗൗതം കൃഷ്ണ. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 3 വിജയങ്ങളോടെ 1ാം സ്ഥാനത്തെത്തിയ ഇന്റർനാഷണൽ മാസ്റ്ററായ മലയാളിയാണ് ഗൗതം കൃഷ്ണ. 2036 ചന്ദ്രനിൽ ആണവോർജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി ഒരുങ്ങുന്ന രാജ്യമാണ് 36 കേട്ടോ. ഒരു 10 വർഷത്തിനപ്പുറം റഷ്യ. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷന്റെ ചെയർമാനായി തെരഞ്ഞെടുത്തത് SM വിജയാനന്ദാണ്. പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷന്റെ ചെയർമാനായി തെരഞ്ഞെടുത്തത് SM വിജയാനന്ദ്. 2025 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരമാണ് മക്കളെ
വൈഭവ് സൂര്യവംശി അല്ലെ. നമ്മുടെ ചെറിയൊരു മോന്റെ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ IPL ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. ഈ യൂട്യൂബ് ചാനൽ തന്നെ IPL ക്ലാസ് ഒക്കെ. 2025 പ്രധാനമന്ത്രി രാഷ്ട്ര ബാൽ പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി. പാർവതി ആർഗ പക്ഷി സങ്കേതം പഠിക്കുക. പാർവതി ആർഗ പക്ഷി സങ്കേതം ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശ്, UP കേട്ടോ. പാർവതി ആർഗ എന്ന് കേൾക്കുമ്പം ഉത്തർപ്രദേശ്. പാർവതി ആർഗ പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും യുവാക്കളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പരിപാടി. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും യുവാക്കളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പരിപാടിയാണ് വൈബ് ഫോർ വെൽനസ്. വൈബ് ഫോർ വെൽനസ്. വൈബ് ഫോർ വെൽനസ്. വന്യജീവി മൃഗസംരക്ഷണത്തിനുള്ള പെറ്റ ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? രവീണ ടണ്ടൻ. പേരൊരു വെറൈറ്റി അല്ലേ? ഒന്ന് പഠിച്ചു വെച്ചേ. രവീണ ടണ്ടൻ. വന്യജീവി വന്യമൃഗ സംരക്ഷണത്തിനുള്ള പെറ്റ ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് രവീണ ടണ്ടൻ. വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ്, ഒരു പ്രത്യേക സംവിധാനം വന്യജീവികൾക്ക് വാഹനങ്ങൾ പോകുന്ന സമയത്ത് റോഡിൽ അപകടങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. MP മധ്യപ്രദേശ്. കൃത്യമായിട്ട് പഠിക്കണേ. ജബൽപൂർ ഭോപ്പാൽ ദേശീയപാതയിലാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവിലൂടെയാണ് ഈ ഒരു റോഡ് പോകുന്നത് കേട്ടോ. എവിടെയാണ്? ജബൽപൂർ ഭോപ്പാൽ ദേശീയപാതയില് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവിലൂടെ കടന്നു പോകുന്ന റോഡിലാണ്. അതിന്റെ പിക്ചർ കാണാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് അല്ലെ. റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കുക, കണ്ടോളൂ. അതിന്റെ ഒരു ഏകദേശ രൂപരേഖ പത്രങ്ങളിൽ എടുത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സുരക്ഷിത ഹൈവേ അടയാളങ്ങളാണ് ചുവന്ന ടേബിൾ ടോപ്പ് മാർക്കിംഗ് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിശദമായി വായിച്ച് നോക്കുക PDF. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് പരമാവധി ക്ലാസ് ഷോർട്ടാക്കി സ്പീഡ് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും വേഗം റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ കേട്ടോ. ഈ 5 ക്ലാസ്സുകൾ ഇതുവരെ എടുത്തത്, ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കേൾക്കാം, പഠിക്കാം, നന്നായി പഠിക്കുക. കറണ്ട് ബസ് മുഴുവൻ മാർക്ക് വാങ്ങാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ, എടാ നിങ്ങൾ എത്ര പേരാണ് ഈ ക്ലാസ് കാണുന്നത് എനിക്ക് അറിയത്തില്ലല്ലോ, നിങ്ങളുടെ 500 പേരൊക്കെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് മുടക്കുമുതലൊന്നും വേണ്ടല്ലോ, നമുക്കൊന്നൊരു കമന്റ് ചെയ്യാൻ. ഇതിനകത്ത് ഈ ചോദ്യം വായിക്കാം. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അറിയില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് നോക്കുക, അവിടെ ഉണ്ടാവും കൂടുതൽ ആൻസർ വരുന്നത് ഏതാണ് കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ട്. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.